ദൈവനാമത്വപ്പെടുമാറാകട്ടെ. ദൈവരുടെ നാമം മഹിമപ്പെടുവதாக. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂടിവരവ് കർത്താവ് നമുക്ക് ഈ വർഷം തന്നതിനാൽ നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. ആശീർവദിക്കപ്പെട്ടതാണ് ഒരു കൂട്ടത്തെ ആണ്ടവർ നമുക്ക് തന്നപടിയാൽ ദൈവനെ നന്ദിയോട് സ്തോത്രിக்கிறேன். നമ്മുടെ ഇതുവരെയുള്ളതായ കൂടിവരവുകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് നടത്തി അതിനെല്ലാം ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ തുടർന്നും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയ്ക്ക് നടന്നതാണ് കൂട്ടങ്ങളെല്ലാം കർത്താവെ പൊരുപ്പെടുത്തി ആശീർവദിത്താർ. ഇന്നും ആശീർവാദങ്ങളെ ദൈവം ഉദവി ചെയ്യുവാനാകും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളോടൊപ്പം ഈ ദിവസങ്ങളിൽ സഹകരിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് എന്നെ സഹായിച്ചു. അതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. உங்கள் யாவருடைய ஜெபத்தின் விளைவாக இந்த நாட்களிலே இங்கே வந்து உங்களோடு சேர்ந்து இந்த കാര്യങ്ങളിലെല്ലാം കലந்து കൊള്ള ആണ്ടവർ ഉദവി ചെയ്തപടിയാൽ ദൈവനെ സ്തോത്രിக்கிறேன். ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് പാസ്റ്റർമാരാണ് ഈ സ്ഥാനത്ത് പല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോഴെ നിൽക്കുകയാണ്. கணம் பொருந்தின தலைமை பாஸ்டர்கள் தான் இப்படிப்பட்டதான காரியங்களெல்லாம் ஒழுங்கு செய்து கொண்டிருந்தார்கள். ஆனால் இப்பொழுது அவர்கள் என்னை இதற்காக நியமித்தபடியினால்தான் நான் இங்கே நின்று இதையெல்லாம் செய்து கொண்டிருக்கிறேன். അവർക്ക് അത്യാവശ്യമായ ചില തിരക്കുകളുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്രത്യേകമായ രീതിയിൽ ഓരോരുത്തരെ ഇപ്പോഴേ ഏൽപ്പിച്ചിരിക്കുകയാണ്. அவர்களுக்கு சில அவசர வேலைகள் இருக்கிறபடினாலே இப்பொழுது இப்படிப்பட்டதான நிகழ்ச்சிகள் ஒவ்வொருவருக்காக அவருக்கு ஒப்பு கொடுத்திருக்கிறார்கள். നാം അവർക്ക് വേണ്ടി അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു കടപ്പാട് നമുക്കുണ്ടെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഈ പകൽക്കാലം ഓർപ്പിക്കുകയാണ്. அவர்களுக்காக நாம் ஜெபிக்க நாம் கடனாளிகளாக இருக்கிறோம் என்பதை இந்த பகல் வேளையிலே நான் நினைப்பூட்டுகிறேன். ഒരു സെൻട്രൽ പാസ്റ്റർക്ക് ചിലപ്പോൾ ആ സെൻറ്ററിൻ്റെ ചുമതലയായിരിക്കാം, പക്ഷേ അവർക്ക് മുഴു ലോകത്തിലുള്ളതായ സെൻറ്ററിൻ്റെ ചുമതലകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. ஒரு சென்டர் பாஸ்டருக்கு அந்த சென்டரின் ஊழியங்களின் பொறுப்பு மட்டும்தான். ஆனால் அவர்களை பொறுத்தவரைக்கு முழு உலகத்திலும் உள்ள எல்லா சென்டர்களின் பொறுப்புகளும் அவர்களுக்குண்டு. എല്ലാ വേലയും നമ്മുടേതാണെന്നുള്ളതായ ചിന്തയിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുകയാണ്. എല്ലാ ஊழியமும் நம்முடையதுதான் என்கிறதான சிந்தையோடு கூட நாம் அதற்காக ஜெபித்து கிரியை செய்ய வேண்டும் என்பதையும் நினைப்பூட்டுகிறேன். നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വേലയെല്ലാം എത്രത്തോളം ദൈവം നടത്തിയെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നാം മനഃപൂർവ്വமாக ஜெபித்து ஒத்துழைக்கிறபடினால் தான் நம்முடைய ஊழியம் இவ்வளவாக வளர்ந்தது என்பதையும் நினைப்பூட்டுகிறேன். തുടർന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ടിയിരിക്കുകയാണ്. തുടർന്നും ആണ്ടവർ താമേ നമ്മെ ആശീർവദിക്ക வேண்டும். കഴിഞ്ഞ വർഷവും ഇവിടെ കടന്നു വന്ന് ചില ശുശ്രൂഷ ചെയ്യുവാണ്ടൊക്കെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. கடந்த ஆண்டிலும் இங்கே வந்து சில ஊழியங்களை செய்ய ஆண்டவர் எனக்கு உதவி செய்திருந்தார். അതിനു മുമ്പായിട്ടും പല പ്രാവശ്യം ഈ കട്ടപ്പന ദേശത്ത് കടന്നു വന്ന് പല ശുശ്രൂഷകൾ ചെയ്യുവാണ്ടൊക്കെ കർത്താവ് എന്നെ സഹായിച്ചിരിക്കുകയാണ്. அதற்கு முன்னதாகவும் இந்த கட்டப்பனா தேசத்திலே வந்து பல ஊழியங்கள் செய்யும்படியாக ஆண்டவர் கிருபை செய்திருக்கிறார். അതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഓരോ കാര്യങ്ങളും ദൈവം ചെയ്തു തരുന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അതെല്ലാം ഉങ്ങളുടെ ജപത്തിൻ വിളവാകത്താൻ ഇപ്പടിപ്പെട്ടതാன കാര്യങ്ങളെല്ലാം ചെയ്യുകേൻ എന്നതും ഞാൻ ഇപ്പോഴും നിனைவு കൂറുகிறேன். നമ്മുടെ ഈ കട്ടപ്പന വേലയുടെ പൂർവ്വചരിത്രത്തെക്കുറിച്ച് പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ இந்த கட்டப்பன ஊழியத்தின் முற்கால வரலாறை குறித்து अनेகர் சாட்சி சொல்லியிருக்கிறார்கள். ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്നാണ് കർത്താവ് കട്ടപ്പന വേലയെ മൂന്നാർ വേലയൊക്കെയും കർത്താവ് ഇത്രത്തോളം നടത്തി എന്നുള്ള കാര്യം പലരും സാക്ഷിയിൽ പറയുവാനായിട്ടിടയാക്കി. ஒன்றுமில்லாத நிலவரத்தில் இருந்துதான் இந்த கட்டப்பனா மூணார் ஊழியங்களெல்லாம் ஆண்டவர் இவ்வளவாக வளர்த்தி கொண்டு வந்தார் என்பதையும் அநேகர் சாட்சியிலே நினைத்தார்கள். എന്നാൽ നമുക്കതിലൊന്നും പ്രശംസിപ്പാനില്ല. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കടന്നുപോയാൽ മാത്രം മതി. അതിലെ നാം മേന്മ പാരാട്ട ഒന്നുമേ ഇല്ലേ. നാം ആണ്ടവരെ തുതിത്ത് മഹിമപ്പെടുത്തി സെന്റാൽ പോതും. നമ്മുടെ ചീഫ് പാസ്റ്റർമാർ പറയാറുണ്ട്, കെട്ടിടവും ഒന്നും കർത്താവിൻ്റെ വരവിൽ പോവുകയില്ല, കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ വരവിൽ പോകുന്നത്. നാം ഇപ്പോഴത്തെ കാണുന്നതാണ് இந்த കാര്യങ്ങൾ. കെട്ടിടങ്ങളൊന്നും കർത്തരുടെ വരുകയിലേ പോവതില്ലേ. ആണ്ടവരുടെ സഭയും മറ്റും അവരുടെ വരുകയിലേ പോകും. നമുക്ക് അത്യാവശ്യമായിട്ട് ആരാധിക്കേണ്ടതിനായിട്ട് കെട്ടിടവും മറ്റു സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ஆனால் நமக்கு ஆராதனை செய்யும்படியாக இந்த ஆராதனை கூடங்கள் கட்டடங்களெல்லாம் தேவையாக இருக்கிறது. ചിലരെല്ലാം പല വലിയ കെട്ടിടങ്ങളിൽ പ്രശംസിച്ച് മുൻപോട്ട് പോകുന്നവർ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. சிலர்கள் இப்படிப்பட்டதான கட்டடங்களிலே மேன்மை பாராட்டி செல்வதை நான் கவனித்திருக்கிறேன். എന്നാൽ അതിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകമായ ഉദ്ദേശം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. ஆனால் கர்த்தருடைய வருகையிலே நாம் எடுத்துக்கொள்ளப்படுவதுதான் நம்முடைய முதன்மையான நோக்கம் என்பதையும் நாம் நினைக்க வேண்டும். പണ്ട് ഇത്രയും മൈക്രോഫോണൊന്നും ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയ സമയത്ത് 2 മൈക്രോഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
2 മൈക്രോഫോൺ. நான் ஊழியத்துக்கு வந்ததான வேளையிலே 2 மைக்ரோஃபோன்கள் மட்டும்தான் இருந்தது. കൊട്ടാരക്കര വെച്ച് 2 മൈക്രോഫോൺ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. அந்த கொட்டாரக்கரையிலே 2 மைக்ரோஃபோன்கள் மட்டும்தான் உபயோகித்துக் கொண்டிருந்தார்கள். ഇപ്പോൾ മൈക്രോഫോൺ ഒരുപാടുണ്ടെന്ന് കണ്ട് അത് മിസ്യൂസ് ചെയ്യുവാനായിട്ടും എനിക്ക് വലിയ താല്പര്യമില്ല. ஆனால் இப்பொழுது ஏராளமாக இருந்தாலும் அதை தவறாக பயன்படுத்த விருப்பமில்லை. ആദ്യകാലത്തെ അനുഭവങ്ങൾ അതെല്ലാമായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുവാണ്ടൊക്കെയാണ് കർത്താവ് എന്നെ സഹായിച്ചിരിക്കുകയാണ്. ஆதி நாட்களின் அனுபவங்களை குறித்து சிந்திக்க ஆண்டவர் இப்பொழுது உதவி செய்து கொண்டிருக்கிறார். ഇപ്പോൾ ഇതുപോലുള്ളതായ ഫാനുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. இப்படிப்பட்டதான இந்த காரியங்களொன்றும் இல்லாத ஒரு காலம் இருந்தது. കുറച്ചുകൂടി സമയമുള്ളതുകൊണ്ട് എൻ്റെ സാക്ഷ്യം കൂടെ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. நேரம் இருக்கிறபடினாலே என்னுடைய சாட்சியும் சொல்ல விரும்புகிறேன். ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതായ സമയത്ത് ഇതുപോലുള്ളതായ ഫാനുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. நான் ஆண்டவருடைய ஊழியத்துக்கு வந்ததான நாட்களிலே இப்பொழுது இருக்கிற விதமான ஃபேன்கள் ஒன்றுமில்லை. ഇപ്പോൾ ധാരാളം ഫാനുകളെല്ലാം ഉണ്ട്. ചിലപ്പോൾ അടുക്കിയൊക്കെ ചിലപ്പോൾ വെച്ചെന്ന് വരാം. இப்பொழுது ஏராளமான ஃபேன்கள் இருக்கிறபடினாலே அதெல்லாம் வரிசையாக வைக்கக்கூடும். എൻ്റെ പുറകിലും വലുതായിട്ട് ഫാനൊന്നും വെക്കണ്ട എന്നുള്ള കാര്യം ഓർപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ஆனால் எனக்கு முன்பாக இப்படியெல்லாம் ஃபேன் வைக்க வேண்டாம் என்பதை நான் சொல்கிறேன். മുകളിലുള്ളതായ ഫാനിൻ്റെ കാറ്റ് എനിക്ക് ധാരാളം മതി. மேலே இருக்கிறதான இந்த ஃபேனின் காற்று எனக்கு போதும். വിശേഷിച്ചും കട്ടപ്പനയും മൂന്നാറും ഒക്കെ തണുപ്പുള്ള സ്ഥലമാണ്. വിശേഷமாக കട്ടപ്പന മൂന്നാറെല്ലാം കുളിരാன இடங்கள். ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് പോയതായ സമയത്ത് ഒരു ഹൈ പവറുള്ളതായ ഒരു ഫാൻ എടുത്ത് എൻ്റെ പുറകെ കൊണ്ടുവച്ചു. நான் ஒரு முறை ஊழியத்துக்கு சென்ற பொழுது ஹை பவர் உள்ள ஒரு ஃபேனை எடுத்து எனக்கு பின்பாக வைத்தார்கள். അതിൻ്റെ കാറ്റുകൊണ്ട് ഞാൻ മറിഞ്ഞു വീഴാനായിട്ട് அதன் காற்றடித்து நான் கீழே விழ நேரிட்டது. ആരായിട്ട് എന്നെ പിടിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. சிலர் தாங்கினபடினால் வீழாமல் தப்பித்தேன். ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത് അപ്പുറവും കാറ്റ് വെക്കുന്ന വലിയ ഫാൻ വെക്കുക എന്നുള്ളതാണ്. இப்போதைய ஃபேஷன் என்பது அந்த பக்கத்திலும் இந்த பக்கத்திலும் அதிகமாக காற்று கிடைக்கிற பெரிய ஃபேன்கள் வைக்கிறார்கள். എൻ്റെ കുറേ ഫാൻ വേണ്ട, ഇമ്മാനുവേൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കുന്നുണ്ട്. എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. எனக்கு ஃபேன் வேண்டாம், இம்மானுவேலுக்கு வேண்டுமானால் வைத்துக் கொள்ளட்டும். അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈല് കൂടെ ഞാനിപ്പോഴൊന്ന് ഓർപ്പിക്കുകയാണ്. என்னுடைய வாழ்க்கையின் அந்த நிலவரத்தை நான் இப்பொழுது நினைப்பூட்டுகிறேன். അപ്പോൾ തന്നെ ഒന്നും വേണ്ടാന്ന് വെക്കുന്നുമില്ല. அப்பொழுதும் எல்லாம் வேண்டாம் என்றும் சொல்வதில்லை. അപ്പോൾ ആവശ്യത്തിനും അത്യാവശ്യത്തിനുള്ളതായ കാര്യങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് പോകേണ്ടിയിരിക്കുകയാണ്. അവശ്യமான കാര്യങ്ങളും അത്യാവശ്യமான കാര്യങ്ങളെല്ലാം பயன்படுத்தித்தான் മുന്നേറി പോകുകയും. നമ്മുടെ പ്രധാനമായ ഉദ്ദേശം കർത്താവിൻ്റെ വരവിനാൽ നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. മുഖ്യமான நோக்கம் ஆண்டவருடைய வருகைக்காக ஆயத்தப்பட வேண்டும் என்பதுதான் நினைப்பூட்டுகிறேன். ആ ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉലകത്തിൻ സംഭവങ്ങളെല്ലാം ആണ്ടവരുടെ வருகையை பறைசாற்றிக் கொண்டிருப்பதை நான் நினைப்பூட்டுகிறேன். നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുകയാണ്. நாம் சுற்றுப்புற சூழல்களை எல்லாம் பார்க்க வேண்டும். ലോകഗതികളെല്ലാം ഈ നാളിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. இந்த உலகத்தின் போக்கு மாறிக்கொண்டிருப்பதை காண முடியும். ഈ കാലങ്ങളിൽ നമുക്കൊരു വലിയ പ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. இந்த நாட்களிலே நமக்கு ஒரு பெரிதான கிரியையும் செய்ய வேண்டியதாக இருக்கிறது. ആ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ഉദ്ധാരണ പ്രവൃത്തിയാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அந்த கிரியை என்னவென்றால் மற்றவர்களை பாவத்திலிருந்து மீட்கிறதான ஒரு செயல். ഒരു വലിയ ഉദ്ധാരണ പ്രവൃത്തിയുടെ കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഒരു പെരിതാന മീட்கும் செயலின் നാட்കളിலே നാം വന്നിരിக்கிறோം. അത് ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ എന്ന ദൈവജനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിനാൽ இந்த நாட்களில் நாம் அமைதலாக இருக்கக்கூடாது என்று தேவனுடைய வசனத்திலே படிக்கிறோம். സുവിശേഷ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്ധാരണ പ്രവൃത്തിയുടെ ഒരു പ്രവൃത്തി കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. സുവിശേഷ കൂട്ടങ്ങൾ என்பது மற்றவர்களை நான் தப்புவிக்க வைக்கிறதான கூட்டம் என்பதையும் நினைப்பூட்டுகிறேன். ഈ സുവിശേഷം കേട്ട് അനേകാരങ്ങൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. இந்த சுவிசேஷம் கேட்டு பல ஆயிரங்கள் രക്ഷിക്കപ്പെட வேண்டும். ചിലരെല്ലാം വലിയ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ കൺവെൻഷൻ ഇത്ര പേര് കൂടിയെന്ന് പ്രശംസിക്കാറുണ്ട്. சிலர் கன்வென்ஷன் நடத்தும் பொழுது எந்த கன்வென்ஷனில் இவ்வளவு பெரிதான கூட்டம் வந்தது என்று சொல்லி மேன்மை பாராட்டுவார்கள். ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പന്തൽ വലുതാണെന്ന് ചിലപ്പോൾ പ്രശംസിക്കാറുണ്ട്. எங்களுடைய பந்தல் இந்த வருடம் மிக பெரியது என்று சொல்லி மேன்மை பாராட்டுவார்கள். എന്നാൽ ഇതൊന്നുമല്ല വിഷയം. അനേകരുടെ വിടുതലായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. ஆனால் இதுவல்ல முக்கியம். அநேகருடைய விடுதலைக்காக நாம் ஜெபிக்க வேண்டும். അനേകരെ കർത്താവ് രക്ഷിക്കേണ്ടിയിരിക്കുകയാണ്. ஆண்டவர் அநேகரை രക്ഷിக்க வேண்டும். അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. എല്ലാവർക്കും ആത്മാർത്ഥതയുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാവരും മിகவும் മനഃപൂർവ്വமாக இருக்கிறீர்கள் என்பதை விசுவாசிக்கிறேன். നമുക്ക് ആത്മാവിൻ്റെ ഒരു എരിവുണ്ടാകേണ്ടിയിരിക്കുകയാണ്. നാം ആവിയിലെ വൈരാഗ്യം കൊണ്ടിരിக்க வேண்டும்.
ദൈവദിനത്തിലൊരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ കൂടി പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. ஒரு வேத பகுதியை வாசித்து நாம் சில காரியங்களை இந்த பகல் வேளையிலே சிந்திக்கலாம். 68 സങ്കീർത്തനത്തിന്റെ 20 വാക്യം നമുക്ക് വായിക്കാം. 68 சங்கீதம் 20 வசனம். நம்முடைய தேவன் ரட்சிப்பை அருளும் தேவனாயிருக்கிறார். ஆண்டவராகிய கர்த்தரால் மரணத்திற்கு நீங்கும் வழிகள் ഉണ്ട്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ഈ വചനം നമുക്ക് വീണ്ടും ഒന്നുകൂടി ധ്യാനിപ്പാണ്ടൊക്കെ ഉള്ള കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുകയാണ്. இந்த வசனத்தை மறுபடியுமாக தியானிக்க ஆண்டவர் தாமே உதவி செய்வாராக. ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമെന്ന് കാണുകയാണ്. நம்முடைய தேவன் ரட்சிப்பை அருளும் தேவனாயிருக்கிறார். മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ നമ്മൾ ആണ്ടവരാകിയ കർത്തരാൽ മരണത്തിற்கு നീക്കും വഴികളും ഉണ്ട്. മനുഷ്യനാൽ കഴിയാത്തായ പല കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനിതനാൽ ഇയലാத അനേക കാര്യങ്ങളെ താൻ ദേവൻ ചെയ്യുகிறார். മനുഷ്യർക്ക് ഒരു പരിധിവരെ മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യുവാണ്ടൊക്കെ ഉള്ള സാധിക്കുകയുള്ളൂ. മനിതൻ ചെയ്യக்கூடிയതാണ് കാര്യങ്ങൾക്കെല്ലാം ചില എല്ലൈക്കോടുകൾ ഉണ്ട്. മനുഷ്യന്റെ ജ്ഞാനത്താൽ ചിലപ്പോൾ പലവിധമായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. മനിതൻ തന്റെ ജ്ഞാനത്തിനാലേ അനേക കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ എന്നതേ നമുക്ക് തെരിയും. എന്നാൽ താൽക്കാലികമായ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താൽക്കാലികമാണ് പല കാര്യങ്ങളും മനിതர்கள் செய்வதையும் കാണலாம். എന്നാൽ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ചെയ്യുവാണ്ടൊക്കെ ഉള്ള സാധിക്കില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. അതേ വേളയിൽ എല്ലാ കാര്യങ്ങളും മനിതനാലേ ചെയ്യ ഇയലാതെ. എല്ലാ കാര്യങ്ങളും മനുഷ്യനെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളെയും മുഴുമയാക മനിതനുക്ക് വിട്ടുകൊടുക്കവില്ല എന്നതേയും അറിയ വേണ്ടും. അത് ദൈവത്തിന്റെ കയ്യിൽ ചില പ്രധാനമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചില മുഖ്യமான കാര്യങ്ങൾ അത് ദേവനുடைய കട്ടുപ്പാട്ടിൽ താൻ ഇരിക്കുന്നത്. ജീവന്റെയും മരണത്തിന്റെയും പ്രത്യേകമായ താക്കോൽ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവനുക്കും മരണത്തിற்கும் ഉரிய തിറവുകോൽ ആണ്ടവരുടെ കയ്യിൽ താൻ ഇരിക്കുന്നത്. അതെ, മനുഷ്യനെ ചില പ്രത്യേകമായ സ്വാതന്ത്ര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനുക്ക് ചില സ്വാധീനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് എല്ലാത്തിന്റെയും താക്കോലിരിക്കുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ஆனால் யாவற்றின் திறவுகோல் இல்லாவிட்டால் கட்டுப்பாடு தேவனுடைய கரத்தில் தான். താക്കോലിരിക്കുന്നവരൊരു അധികാരി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. அந்த திறவுகோல் உடையவர் தான் அதிகாரி என்பதை விளங்க முடியும். ദൈവത്തിന്റെ പക്കൽ എല്ലാം ഉണ്ടെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ദേവനുடைய കരത്തിൽ താൻ എല്ലാം ഇരിക്കുന്നത് என்பதை വിളങ്ങ வேண்டும். ദൈവത്തിലേക്ക് വീണ്ടും മുൻപോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവം നമ്മളെ വായിച്ചിരിക്കുകയാണ്. നാം இந்த വചനത്തിൻപടിயாக മുന്നേറി செல்லும்பொழுது மறுபடியுமாக படிக்கிறோம். நம்முடைய தேவன் ரட்சிப்பை அருளும் தேவன். ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നാം இந்த வேத பகுதி ஆராயும் பொழுது അനേക കാര്യങ്ങളെ വിളங்கிக் കൊള്ളலாம். അത് ഇസ്രായേലിനെ സംബന്ധിച്ചതായ ഒരു ഭാഗം നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലെ പൊറുത്ത ഒരു കാര്യത്തെ இந்த இடத்திலே കാണலாம். രണ്ടാമത് ആത്മീയ ഇസ്രായേലിനെ കുറിച്ചുള്ളതായ ഒരു ഭാഗവും നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. இரண்டாவதாக ஆவிக்குரிய இஸ்ரவேலை குறித்ததான ഒരു കാര്യത്തെയും കാണலாம். ആത്മീയ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന്റെ അവസാന വാക്കെന്ന് പറയുമ്പോൾ കർത്താവിന്റെ വരവിലുള്ളതായ രൂപാന്തരമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുകയാണ്. ஆவிக்குரிய இஸ்ரவேலின் ரட்சிப்பின் கடைசி பகுதி என்பது கர்த்தருடைய வருகையிலே நாம் பெரும் மறுரூபமாகுதல் என்பதை விளங்கிக் கொள்ள வேண்டும். അക്ഷരീയ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന്റെ അവസാന വാക്ക് അഥവാ ഇസ്രായേലിന്റെ യഥാസ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ஆனால் எழுத்தின்படியான இஸ்ரவேலுடைய ரட்சிப்பின் கடைசி என்பது அந்த ராஜ்யம் அவர்களுக்கு சீர்பொருந்தி அவர்களுக்கு திரும்ப கிடைப்பதுதான். ഇത് രണ്ട് കാര്യങ്ങളും അത് ഇപ്പോൾ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. இந்த இரண்டு காரியங்களும் இந்த நாட்களிலே நடைபெறுவதை நம்மால் காண முடியும். അതെ, ഇപ്പോൾ ആത്മീയ ഇസ്രായേലും ഭൗമികമായ ഇസ്രായേലും ലോകത്തിലുണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. இப்பொழுது ஆவிக்குரிய இஸ்ரவேலும் பூமிக்குரிய இஸ்ரவேலும் உலகத்திலே இருக்கிறது. അതെ, ഭൗമികമായ ഇസ്രായേൽ ഒരു സമയത്ത് ഉദ്ധാരണം ചെയ്യപ്പെടാത്ത നിലയിൽ വേറെ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. பூமிக்குரிய இஸ்ரவேல் ஒரு காலத்திலே மீட்கப்படாத நிலவரத்திலே மற்றொரு நிலைமையிலே இருந்ததை நாம் விளங்கிக் கொள்ள முடியும். അതെ, വിലാപങ്ങളുടെ പുസ്തകത്തിലെല്ലാം ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പുലമ്പൽ പുസ്തകത്തിലെ அதை குறித்து சொல்லியிருப்பதை காணலாம். അവരുടെ രാജ്യം നഷ്ടമായതായ ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവர்கள் രാജ്യത്തെ ഇഴந்ததான வரலாறு നമുക്ക് தெரியும். അവരെ ബദ്ധന്മാരായ വിവിധ രാജ്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോയതായ അനുഭവങ്ങളെ
കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அவர்களை கட்டுண்டவர்களாக சிறையிருப்புக்காக அநேக இடங்களிலே பிடித்து கொண்டு போனதும் நமக்கு ആ தெரியும். അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിക്കുന്ന അനുഭവം പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அந்த நிலவரத்திலே இருந்து அவர்கள் தேவனை நோக்கி கூப்பிடுவதையும் நம்ம காணலாம். അപ്പോൾ അതിൻ്റെ അർത്ഥം ഉദ്ധാരണം എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ஆதலால் இங்கே சொல்லப்பட்டிருக்கிறதான ரட்சிப்பு என்றால் அந்த நிலைமையிலே இருந்து விடுதலை பெறுவது. അത് വേറൊരർത്ഥം താണ നിലയിൽ നിന്ന് ഉയർന്ന അനുഭവത്തിലേക്ക് വരിക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அது இன்னொரு அர்த்தம் என்னவென்றால் தாழ்ச்சியான நிலவரத்திலிருந்து உயர்வான நிலவரத்துக்கு வருவது. ശരിയായ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വരിക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. சரியான மகிழ்ச்சிக்குள்ளாக வருவதையும் காணலாம். അവരുടെ പാപത്തിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതം വേറൊരു അനുഭവത്തിലേക്ക് മാറിപ്പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. அவர்கள் பாவத்தின் விளைவாக அவர்களுடைய வாழ்க்கை இன்னொரு தரமாக மாற்றப்பட்டு விட்டது. എന്നാൽ അത് ആത്മീയ ഇസ്രായേലാൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ஆனால் ஆவிக்குரிய இஸ்ரவேலராகிய நம்முடைய வாழ்க்கையிலே நாம் இதையெல்லாம் சிந்திக்க வேண்டியதாக இருக்கிறது. ഇപ്പോൾ സഹോദരൻ സാക്ഷി പറഞ്ഞു, എനിക്കും സമയമുണ്ടെങ്കിൽ സാക്ഷി പറയാനായിട്ട് ഞാനും താല്പര്യപ്പെടുകയാണ്. இப்பொழுது ஒரு சகோதரன் சாட்சி சொன்னாரே, நேரம் கிடைத்தால் நானும் சாட்சி சொல்ல விரும்புகிறேன். എനിക്ക് ഒരു ചെറിയ ജോലി ബോംബെയിലുണ്ടായിരുന്നു. எனக்கு மும்பையிலே ஒரு சிறிய வேலை இருந்தது. ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വന്നത്. அந்த வேலையை விட்டுதான் ஆண்டவருடைய ஊழியத்துக்காக வந்தேன். കാരണം അത് പല കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அதிலே பல காரியங்கள் இருந்தபடினால் தான் அப்படி செய்தேன். ഒരു വലിയ ഉദ്ധാരണ പ്രവൃത്തി ദൈവം എന്നെ കാണിച്ചു. ஆண்டவர் ஒரு பெரிதான ரட்சிப்பின் கிரியை எனக்கு காண்பித்தார். അത് തീയിൽ നിന്ന് അനേകരെ രക്ഷിക്കുന്ന ആ ഒരു ഉദ്ധാരണ പ്രവൃത്തിയായിരുന്നു ദൈവം എന്നെ കാണിച്ചു. அது அநேகரை தீயிலே இருந்து தப்பிக்க செய்கிறதான ஒரு வேலையாக காண்பித்தார். ആ കാലത്ത് ഞാൻ ബോംബെയിലെ പരേലിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയമാണ്. പരേൽ அந்த இடத்திலே நான் மும்பையிலே பலேல் என்கிறதான இடத்திலே தான் தங்கியிருந்தேன். അതേ ഒരു സമയത്ത് ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. தேவன் எனக்கு ஒரு தரிசனம் காட்டினார். ആദ്യ അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. நான் விண்வெளியிலே இருந்து கீழே வந்து அநேகரை தீயிலே இருந்து இழுத்துக் கொள்வதாக காண்பித்தார். അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ അത് വലുതായിട്ട് ആഞ്ഞടിച്ചു. அது என் இருதயத்துக்குள்ளே ஒரு காற்றை போல அடித்தது. അത് ഈ ഭൂമി മണ്ഡലം കത്തി എരിയുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു. இந்த பூமண்டலம் அது எரிந்து போவதை காண்பித்தார். അന്തരീക്ഷത്തിൽ നിന്ന് ആരോ എന്നെ വലിച്ചെടുത്ത് താഴോട്ടും മുകളിലോട്ടും എല്ലാം നയിക്കുന്ന ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. மேலே இருந்து யாரோ ஒருவர் என்னை கொண்டு வந்து கீழே மேலே அவர்கள் நடத்துவதாக காண்பித்தார். അതുകൊണ്ട് അനേകരുടെ രക്ഷിപ്പിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ട സമയം ഇതാണെന്നുള്ള കാര്യം കൂടി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ஆதலால் அநேகருடைய ரட்சிப்புக்காக நான் கிரியை செய்ய வேண்டியதான தருணம் என்பதை காண்பித்தார். അത് തീയിൽ നിന്നും മാത്രമല്ല ആഴത്തിൽ നിന്ന് അനേകരെ കർത്താവ് വിടുവിക്കേണ്ടിയിരിക്കുകയാണ്. தீயிலே இருந்து மட்டுமல்ல ஆழத்திலே இருந்தும் அநேகரை விடுவிக்க வேண்டும். അതെ, ആ പ്രവൃത്തിയാണ് നമ്മൾ സുവിശേഷം കൊണ്ട് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ஆதலால் அந்த கிரியைத்தான் சுவிசேஷத்தின் மூலமாக நாம் செய்து கொண்டிருக்கிறோம். അതെ, ആ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതായ കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. அந்த கிரியை நாம் செய்ய வேண்டிய காலத்திலே வந்திருக்கிறோம். നാമതേ ക്രൈസ്തവ സഭയുടെ ആരാധനയിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത്. நானும் ஒரு பெயர் கிறிஸ்தவ சபையில் தான் பிறந்து வளர்ந்தேன். ക്രിസ്തീയ സഭയുടെ ആദ്യമായ ചില അനുഭവങ്ങളും ആരാധനകളിലും ഞാൻ സംബന്ധിച്ചിരുന്നു. கிறிஸ்தவ சபையின் சில ஆராதனைகள் அனுபவங்களிலே நானும் கலந்து கொண்டேன். എന്നാൽ ശരിയായ ഒരു ആരാധനയെക്കുറിച്ചുള്ള അനുഭവം പിന്നീട് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ஆனால் மெய்யான ஆராதனை அனுபவத்தை தேவன் பிற்காலத்திலே விளங்க செய்தார். അതേ സമുദായത്തിലുള്ളവർ എനിക്കൊരു ശിശുപാലകരായിട്ട് അന്ന് ജീവിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുകയാണ്. அந்த பேர் கிறிஸ்தவ சபைகள் குழந்தைகளை நடத்துகிறதான அனுபவத்திலே காணப்பட்டார்கள். സൺഡേ സ്കൂൾ പഠിക്കുകയും മറ്റുള്ളതായ കാര്യങ്ങളിലൂടെ എല്ലാം ഞാനും മുൻപോട്ട് പോയി. அங்கே சண்டே ஸ்கூல் பயின்று நான் முன்னேறி சென்றேன். എന്നാൽ സുവിശേഷത്തിന്റെ ആഴമായ സത്യങ്ങളെക്കുറിച്ച് പിന്നീടാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ஆனால் பிற்காலத்தில் தான் சுவிசேஷத்தின் ஆழமான சத்தியங்களை விளங்கிக் கொண்டேன். അതുകൊണ്ടാണ് ഞാനും ഈ ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചത്. அதனால் தான் நானும் இந்த பகுதியிலே வர தேவன் உதவி செய்தார். ഞാൻ പറഞ്ഞതുപോലെ ഈ കാണുന്നതെല്ലാം തീക്കാട്ട് സൂക്ഷിച്ചിരിക്കുന്നുള്ളതായ കാര്യം ദൈവം എന്നെ കാണിച്ചു. தேவன் எனக்கு காண்பித்தது என்னவென்றால் இப்பொழுது காணும் காரியங்கள் எல்லாம் அக்கினிக்காக வைக்கப்பட்டிருக்கிறது. അത് ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം പ്രത്യേകമായിട്ട് വിളിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് உலகத்தின் சம்பவங்கள் எல்லாம் அதை குறித்து தான் சொல்லிக் கொண்டிருக்கிறது. പാസ്റ്റർ ഡോണിന്റെ ഒരു അനുഭവ സാക്ഷ്യ പുസ്തകം വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റർ ഡോൺ അവരുടെ അനുഭവ സാക്ഷിயின் പുസ്തകത്തെ പഠിക്കും பொழுது പല കാര്യങ്ങളെ വിളങ്ങ முடியும். ഭൂകമ്പം വന്നാലും അത് നശിക്കാത്ത കെട്ടിടങ്ങൾ പണി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ ഡോൺ. പാസ്റ്റർ ഡോൺ ഭൂമി എതിർച്ചു വന്നാലും അസൈക്കപ്പെടാത്ത കെട്ടിടങ്ങളെ കെട്ടുകിற ഒരുവർ.
ഒരിക്കൽ തൻ്റെ കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്ന് താൻ ഇങ്ങനെ ചിന്തിച്ചു. ஒருமுறை தன்னுடைய கட்டிடத்திற்கு முன்பாக நின்று அவர் இப்படி சிந்தித்தார். അത് ഞാൻ എത്ര നല്ല പണി ചെയ്താൽ ഒരു സമയത്ത് ഇതെല്ലാം ഇടിഞ്ഞ് പാഴായി പോകുമെന്ന് താൻ ചിന്തിച്ചു. நான் எவ்வளவுதான் முயற்சி செய்து கட்டினாலும் ஒரு நாளிலே இதெல்லாம் நொறுங்கி கீழே விழும். എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ ഒരു വലിയ നഗരമുണ്ടെന്ന് ദൈവം തന്നെ കാണിച്ചു. ஆனால் தேவன் தாமே கட்டின அஸ்திவாரங்கள் உள்ள ஒரு பட்டணம் இருக்கிறதை காண்பித்தார். അതനുസരിച്ചാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടും പാസ്റ്റർ ഡോൺ കടന്നു വന്നുള്ള കാര്യം അതിൽ വായിക്കുവാനായിട്ട് ഇടയായി. அதற்கு கீழ்ப்பணிந்துதான் ஆண்டவருடைய ஊழியத்துக்காக பாஸ்டர் டோன் அவர்கள் வந்தார்கள் என்பதை வாசித்தேன். ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അടിമയിൽ നിന്ന് അനേകരെ കർത്താവ് അഥവാ ഒരു ഉത്ഥാന പ്രവൃത്തിയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരേണ്ടിയിരിക്കുക. ஆதலால் இந்த அடிமைத்தனத்திலிருந்து அநேகரை நாம் மீட்கும்படியான இந்த ரட்சிப்பின் கிரியைக்குள்ளாக நாம் வர வேண்டும். അതിനുവേണ്ടി നമ്മെ തന്നെ ഒന്നുകൂടി സമർപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഈ പകൽക്കാലം ദൈവം നമ്മെ ഒന്നുകൂടി സഹായിക്കേണ്ടിയിരിക്കുക. ஆதலால் அதற்காக ஒருமுறை கூட நம்மை ஒப்புக் கொடுக்க தேவன் உதவி செய்வாராக. നമ്മൾ ഉദാസീനരായിട്ടിരിക്കേണ്ടതായ കാലഘട്ടമല്ല എന്നുള്ള കൂടി ഓർപ്പിക്കാം. നാം ഇത് അസതിയായിരിക്ക വേണ്ടിയ കാലം അല്ല എന്നതിനെ നിனைப்பூட்டுகிறேன். അതേ സാത്താന്റെ ആഴങ്ങളിൽ നിന്ന് അനേകരെ കർത്താവ് വിടുവിക്കേണ്ടിയിരിക്കുക. അനേകരെ സാത്താനിൻ ആഴങ്ങളിലിருந்து ആണ്ടവർ താമേ വിടുതലയാക്ക வேண்டும். അതേ പിശാചിന്റെ ആഴങ്ങളെ അറിയാത്തവരായിട്ട് അനേകർ ഇന്ന് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നേക്കും അനേകർ സാത്താനിൻ ആഴങ്ങളെ അറിയാത്തവர்களாக வாழ்ந்து கொண்டிருக்கிறார்கள். അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും വിഗ്രഹാരാധനകളിലും അനേകർ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. தவறான விசுவாசங்கள், தவறான ஆச்சாரங்கள், அநேகமான അന്ധകാരത്തിൻ കിരികളിലെ അനേകർ സിക്കിയിരിപ്പதை കാണ முடியும். എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ஆனால் அறியாமையின் காலங்களை தேவன் பொருட்டாக எண்ணாமல் யாவரும் மனம் திரும்ப வேண்டும் என்றே விரும்புகிறார். അറിയായ്മയുടെ കാലത്ത് പല ആളുകളും പല രീതിയിൽ വഴിതെറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அறியாமையின் காலத்திலே பல விதத்திலே வழி தவறி செல்வதை காணலாம். അവരെയെല്ലാം കർത്താവ് ശരിയായ പന്താവിലേക്ക് അന്ത്യനാൾ നടത്തേണ്ടിയിരിക്കുകയാണ്. ஆனால் இந்த கடைசி நாட்களிலே ஆண்டவர் தாமே அவர்களை எல்லாம் சரியான மார்க்கத்துக்கு வழி நடத்த வேண்டும். അതിനുവേണ്ടി നമ്മൾ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. அதற்காக நாம் அதிகமாக ஜெபிக்க வேண்டும். അത് ദൈവം ഭൂമിയെ ഉദ്ധരിച്ചതായ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. தேவன் பூமியை மீட்டுக்கொள்கிற சில அனுபவங்களை காண முடியும். അതെ, നമ്മൾ ഉദ്ധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവം ഭൂമിയെ ഉദ്ധരിച്ചതായ ചില വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. தேவன் பூமியை மீட்டெடுக்கிறதான சில விஷயங்களை காண முடிகிறது. അതിൻ്റെ ഉദ്ധാരണ പ്രവൃത്തിയുടെ ഒരു അനുഭവം അത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. அந்த மீட்கும் செயலின் பலனாக வெளிச்சம் உண்டாக கடவுது என்று சொன்னார். അത് പടിപടിയായ രീതിയിൽ ഭൂമിയെ ദൈവം ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. படிப்படியாக ஆண்டவர் பூமியை கட்டுவதாக மீட்பதாக காணலாம். അതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതായ കാര്യമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அவைகள் எல்லாமே தேவனுடைய நோக்கத்திற்குள்ளாக இருந்த காரியங்கள். അതേ, ഭൂമി ഒരു ആഴത്താൽ നിറയപ്പെട്ട സ്ഥലമായിരുന്നു എന്ന് ദൈവത്തിൽ നമ്മൾ വായിക്കുകയാണ്. பூமி ஆழத்தினாலே நிரம்பியிருந்த இடம் என்று காண முடிகிறது. അതെ, പിന്നീട് കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്തതിന്റെ ഫലമായിട്ട് വെളിച്ചമുണ്ടായതായിട്ട് നമുക്ക് കാണാം. ஆண்டவர் சில கிரியைகள் செய்ததின் விளைவாக வெளிச்சம் உண்டானது. അത് മാത്രമല്ല സസ്യാദികളെല്ലാം ലോകത്തിൽ ഉളവായതായിട്ട് നമുക്ക് കാണാം. பூண்டுகள், தாவரங்கள் எல்லாம் பூமியிலே வந்ததை காணலாம். അത് സമുദ്രവും അത് മാത്രമല്ല കരയുള്ളതായ സ്ഥലങ്ങൾ ഉളവായതായിട്ട് നമ്മൾ വായിക്കുകയാണ്. கடலும் கரையும் எல்லாம் உருவானதை காண முடியும். അതെ, അങ്ങനെ ദൈവം ചില ഉദ്ധാരണ പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அப்படியாக தேவன் சில மீட்பின் கிரியைகளை செய்வதை காண முடியும். ആ ഉദ്ധാരണ പ്രവൃത്തി ചെയ്തതിനു ശേഷം ദൈവം മനുഷ്യനെ ഭൂമിയിലെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அந்த மீட்பின் கிரியைகளுக்கு பின்பாக தேவன் பூமியிலே மனிதனை சிருஷ்டித்ததை காணலாம். അതെല്ലാം ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരമുള്ളതായ ചില വിഷയങ്ങളായിരുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அதெல்லாம் தேவனுடைய அநாதி தீர்மானத்தின்படியான காரியங்களாகவே இருந்தது. അതെ, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ട് ദൈവത്തിൽ നമ്മൾ വായിക്കുകയാണ്. தேவன் தம்முடைய சாயலிலே தன்னுடைய സ്വരൂപത്തിன்படியே மனிதனை படைத்தார். അതെ, അവൻ കൊടുത്ത കൽപ്പന പ്രകാരം അവർ ഭൂമിയിൽ ജീവിക്കണമായിരുന്നു. தேவன் கொடுத்ததான கட்டளையின்படி அவர்கள் பூமியிலே வாழ வேண்டியதாக இருந்தது. അവർക്ക് എല്ലാവിധമായ അധികാരങ്ങളും എല്ലാവിധമായ അവകാശങ്ങളും ദൈവം കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. எல்லாவிதமான அதிகாரங்களை, சுதந்திரங்களை தேவன் கொடுத்ததையும் காணலாம். എന്നാൽ ആ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തതിന്റെ ഫലമായിട്ട് വീണുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ஆனால் அந்த மனிதர் தேவனுடைய கட்டளைக்கு கீழ்ப்படியாமை காண்பித்து விழுந்ததையும் காணலாம். അതെ, വീണുപോകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവസ്ഥനിൽ നിന്ന് അന്യപ്പെട്ടു പോയി നമ്മൾ വായിക്കുകയാണ്. விழுகை என்று சொன்னால் தேவ சமூகத்தை விட்டு விலகி அந்நியர்களாக மாறுவது. അവന് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அவர்கள் தேவ சமூகத்தை இழந்து விட்டார்கள்.
അവന്റെ തേജസ് നഷ്ടമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அவர்கள் தேவ மகிமையை இழந்து விட்டார்கள். അവനൊരു പ്രത്യേക അടിമ അനുഭവത്തിൽ ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அவர்கள் അടിമത്തനത്തിற்குள்ளாக மாற்றப்பட்டு வாழ்ந்தார்கள். അവരുടെ ഉദ്ധാരണത്തിനായിട്ട് ചില പ്രവൃത്തികൾ താൽക്കാലികമായിട്ട് ദൈവം ചെയ്യുന്നതായിട്ട് നമ്മുടെ ദൈവത്തിൽ നമ്മൾ വായിക്കുകയാണ്. அவர்களுடைய மீட்புக்காக தேவன் தற்காலிகமான சில காரியங்களை செய்வதை காண முடியும். അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ஆனால் அவர்களோ தேவனை விட்டு ஓடி விலகத்தான் வாஞ்சித்தார்கள். അതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ സന്നിധി അവർക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു നമ്മൾ വായിക്കുകയാണ്. அதுவரைக்கும் தேவ சமூகம் அவர்களுக்கு எவ்வளவோ ஆசீர்வாதமாகத்தான் இருந்தது. അതെ, അവർക്ക് താൽക്കാലികമായ ചില ഉദ്ധാരണ പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. பின்பு தேவன் அவர்களுக்காக தற்காலிகமான மீட்பின் வேலையை செய்தார். എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, ഒരു നിത്യമായ ഉദ്ധാരണം മനുഷ്യന് ആവശ്യമായിരിക്കുന്നുള്ള കാര്യം ദൈവം ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാം. அது போதுமானதாக இருக்கவில்லை. ஆதலாலே நித்தியமான மீட்பின் கிரியைகளை செய்ய வேண்டும் என்பதை தேவன் மனதில் கொண்டிருந்தார். താൽക്കാലികമായ ചില കാര്യങ്ങളെല്ലാം മനുഷ്യനെ ചെയ്യുവാനൊക്കെ സാധിക്കുന്നുണ്ട്. தற்காலிகமான காரியங்கள் மனிதர்கள் செய்ய முடியும். അതേ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി അതേ കർത്താവ് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമ്മൾ വായിക്കുക. மனிதனை பாவத்திலிருந்து மீட்கும்படியாக ஆண்டவராய் இயேசு உலகத்திலே அனுப்பப்பட்டார். അവരെ നിത്യമരണത്തിൽ രക്ഷിക്കേണ്ടതിനായിട്ട് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அவனை நித்திய மரணத்திலிருந்து விடுவிக்கும்படியாக இயேசுவானவர் இந்த உலகத்திலே அனுப்பப்பட்டார். അതിലെ കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ അതേ കാണാതെ പോയ ആടുകളെ തിരഞ്ഞു വരുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. கடந்த இரவிலே நாம் கேட்டது போல காணாமல் போன ஆடுகளை தேடி ஆண்டவராய் இயேசு கிறிஸ்து இந்த உலகத்திலே வருகிறார். അതേ, അവരെ പാപത്തിൽ നിന്ന് ഉദ്ധരിച്ച് ദൈവ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാം. அவர்களை பாவத்திலிருந்து மீட்டு கொண்டு தெய்வீகமான அனுபவத்திலே கொண்டு வர ஆண்டவர் விரும்பினார். അതാണ് ദൈവത്തിന്റെ മനസ്സല് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. அதுதான் தேவனுடைய மனதுருக்கம் என்பதை நினைவில் கொள்ள வேண்டும். അതേ, വീണുപോയ മനുഷ്യനെ കർത്താവ് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. விழுந்து போனதான மனிதனை ஆண்டவர் மீட்டுக் கொள்வதை காண முடிகிறது. അതേ, ആർ നമുക്കായി പോകും എന്നുള്ളതായ ശബ്ദം ഉയരത്തില് സ്വർഗത്തിന്റെ കൗൺസിൽ കേട്ടതായിട്ട് യെശയ്യാ പ്രവചനം 6 നമ്മൾ വായിക്കുകയാണ്. நாம் எஸ்ஐயா 6ஆம் அதிகாரத்தில் படிக்கும் பொழுது ஆர் நமது காரியமாக போவார்கள் என்பதை தேவன் கூறியிருந்து ஆலோசிக்கும் பொழுது அப்படிப்பட்டதான ஒரு சத்தம் உயர்ந்தது. യെശയ്യാ പ്രവചനം 6:8 വാക്യം ഒന്ന് വായിച്ചാൽ ഉപകാരമായി. எஸ்ஐயா 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനെ അയക്കണമെന്നുള്ളതായ ശബ്ദം അവിടെ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ഇതോ അടിയനെ അനുപ്പും. അത് BC 700 മുമ്പാട്ടുള്ള എഴുതിയ ഒരു പ്രവചനം കൂടിയാണ് യെശയ്യാ പ്രവചനം. கிமு 700க்கு முன்பாக எழுதப்பட்டதான தீர்க்க தரிசனம் தான் இது. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവണ്ണമാകவே യേശുവാനവർ മാംസത്തിലെ അവതരിത്താർ. അത് ആ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുവാനവർ ഉലകத்துக்கு അനുഭവപ്പെട്ടാർ. അത് ദൈവം നിയമിച്ച അയച്ചവൻ മൂലം മാത്രമേ ഉദ്ധാരണ പ്രവൃത്തി നടക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. தேவனாலே நியமித்து அனுப்பப்பட்டவர் மூலமாகத்தான் இந்த மீட்பின் கிரியை நடக்கும். അതെ, അങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. அப்படித்தான் ஆண்டவர் இந்த உலகத்திலே வந்தார் என்பதை நாம் நினைவில் கொள்ள வேண்டும். കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ஆண்டவராய் கிறிஸ்து இயேசு பாவிகளை ரட்சிக்க உலகத்திலே வந்தார் என்பது யாவரும் விசுவாசித்து அங்கீகரிக்க கூடியதான வசனம். അതേ, കർത്താവ് യേശുക്രിസ്തു രക്ഷകനായിട്ട് മനുഷ്യന്റെ രക്ഷകനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. இயேசு கிறிஸ்து மனுக்குலத்தின் രക്ഷകராக இந்த உலகத்திலே அனுப்பப்பட்டிருக்கிறார். അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകുവാനായിട്ട് അവകാശം കൊടുത്തായിട്ട് നമ്മൾ വായിക്കുകയാണ്. அவரை ஏற்றுக்கொண்டு அவருடைய நாமத்தில் விசுவாசம் வைக்கிற யாவருக்கும் தேவ பிள்ளைகளாகும்படியான அதிகாரத்தை கொடுத்தார். ആ യേശുവിനെ നമ്മൾ വാസ്തവമായിട്ട് അറിയേണ്ടിയിരിക്കുകയാണ്. அந்த இயேசுவை நாம் மெய்யாகவே அறிய வேண்டும். ആ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയവൻ ചെറിയവനായി തീർന്ന സംഭവമാണ്. சுவிசேஷம் என்கிறதான வார்த்தையின் அர்த்தமே பெரியவர் சிறியவராக மாறின அனுபவம். അതെ, വലിയവനായ കർത്താവ് ചെറിയവനായി തീർന്നതാണ് സുവിശേഷം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. பெரியவரான ஆண்டவர் சிறியவராக மாறின சம்பவம் தான் சுவிசேஷம். അതെ, നമ്മെ പോലെയുള്ളതായ അനുഭവത്തിലേക്ക് അവൻ അവതരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அவர் நமக்கொப்பான அனுபவத்திற்குள்ளாக அவதரித்ததை காணலாம். അത് മാത്രമല്ല, താണവനായ ദൈവം സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നതായിട്ട് നമുക്ക് കാണാം. அது மட்டுமல்லாமல் இப்படி தாய்ந்தவராக மாறினதை அவர் பரமத்தை பார்க்க
பார்க்கிலும் பெரியவராக மாறிவிடுகிறார். അതേ സ്വർഗത്തിന്റെ ഉന്നതനായി തീർന്നവനായ കർത്താവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. வானாதி வானங்களுக்கு மேலாக உயர்த்தப்பட்டதான ஆண்டவரை குறித்தும் நாம் அங்கே காண முடிகிறது. അതാണ് സുവിശേഷത്തിന്റെ ഒരു ഭാഗം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. அதுவே சுவிசேஷத்தின் ஒரு பகுதி. മനുഷ്യന്റെ വേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നവനായ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. மனித வேஷத்திலே உலகத்தில் வந்த இயேசுவை காண முடியும். നമ്മോടൊപ്പം ജീവിച്ചതായിട്ട് നമുക്ക് കാണാം. அவர் நம்மோடு கூட வாழ்ந்தார். നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ചതായിട്ട് നമുക്ക് കാണാം. அவர் நம்மோடு சேர்ந்து உணவருந்தினார். നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടുകൂടി നടന്നതായ ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. நம்முடைய துக்க வேளைகளில் நம்மோடு சேர்ந்து நடக்கிறதான இயேசு. നമ്മളെ ഉദ്ധരിക്കുന്നതിനുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. அது நம்மை மீட்கும்படியான தேவனுடைய திட்டமாக இருந்தது. അങ്ങനെയാണ് അവൻ നമ്മളെ ഉദ്ധരിച്ചതെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. அப்படி அவர் நம்மை மீட்டெடுத்தார். ആഫ്രിക്കയിലെ നരവംശ ശാസ്ത്രജ്ഞ ഉണ്ടായിരുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. ஆப்பிரிக்காவிலே மனுக்குலத்தை பற்றி கற்றறிகிறதான ஒரு விஞ்ஞானி இருந்தார். ഡയാൻ ഫോഗി എന്നാണ് അവരുടെ പേര്. டயான் ஃபோகி என்பதுதான் அவருடைய பெயர். ഗറില്ലകളെ കുറിച്ച് പ്രത്യേകമായിട്ട് പ്രബന്ധമെല്ലാം തയ്യാറാക്കിയ ഒരു വ്യക്തിയായിരുന്നു. கொரில்லா குரங்குகளை குறித்து அவர் கற்று அதற்கான கட்டுரைகளை எல்லாம் வெளியே. ഗറില്ലകളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗറില്ലയുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കണമായിരുന്നു. கொரில்லாவை குறித்து கற்றுக்கொள்ள வேண்டும் என்றால் அதனுடைய சுபாவத்தை நன்கறிய வேண்டும். അതുകൊണ്ട് ഗറില്ല പാർക്കുന്ന സ്ഥലത്തേക്ക് ആ ശാസ്ത്രജ്ഞ പോയതായിട്ട് വായിച്ചു. அந்த விஞ்ஞானி கொரில்லாக்கள் இருக்கும் இடத்திலே போனாராம். അതിനുവേണ്ടി ഗറില്ലയുടെ പ്രത്യേകമായ ശബ്ദം അനുകരിച്ച് ഗറില്ലായെ വിളിച്ചിരിക്കുന്നതായ കാര്യം ഞാൻ വായിച്ചു കേട്ടു. அந்த கொரில்லாவின் சத்தத்தை அவர் கற்றுக்கொண்டு அந்த சத்தத்திலே கொரில்லாக்களை கூப்பிட்டார். അത് മാത്രമല്ല ഗറില്ലകൾ നടക്കുന്ന പോലെ 4 കാലില് ആ വ്യക്തി ഇങ്ങനെ ഇഴഞ്ഞു നടന്നായ കാര്യം വായിച്ചു. அந்த கொரில்லாக்கள் 4 கால்களிலே நடக்கிற வண்ணமாக இந்த நபரும் நடந்தாராம். ആ ഗറില്ലകൾ ഭക്ഷിക്കുന്ന പോലെ താഴെയുള്ളതായ പുല്ലുകളെല്ലാം ആ വ്യക്തി ഇങ്ങനെ പറിച്ച് ഭക്ഷിച്ചുകൊണ്ടിരുന്നു. இந்த கொரில்லாக்கள் கீழே உள்ளதான புல்லை பறித்து சாப்பிடுவது போல இவரும் அப்படியே செய்தார். അതിന്റെ പ്രത്യേകമായ അർത്ഥം ആ ഗറില്ലകളെ തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചു. அந்த கொரில்லாக்களை தன்பட்சமாக கவர்ந்து கொள்ளும்படியாகத்தான் இப்படியெல்லாம் செய்தார்கள். പതുക്കെ പതുക്കെ ആ ഗറില്ലകൾ ആ വ്യക്തിയുടെ സ്നേഹിതരായി തീർന്നു. கொஞ்சம் கொஞ்சமாக இந்த கொரில்லாக்கள் இந்த நபருக்கு நண்பர்களாக மாறினார்கள். എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഗറില്ലായുടെ സ്വഭാവത്തിലേക്ക് താണു വന്നതായിട്ട് നമുക്ക് കാണാം. ஏனென்றால் இந்த நபரும் அந்த கொரில்லாவின் சுபாவத்துக்குள்ளே அவர் இறங்கி சென்றார். അതിന്റെ ശബ്ദം അനുകരിച്ചതായിട്ട് വായിച്ചു കേട്ടു. அதன் சத்தத்தை இவர் கற்றுக்கொண்டு அப்படியே அந்த சத்தத்தை வைத்தார். എന്തിനു വേണ്ടിയാണ് ചിന്തിച്ചപ്പോൾ ആ ഗറില്ലകളെ ആകർഷിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് കൂടിയായിരുന്നുള്ള കാര്യം വായിക്കാൻ. அந்த கொரில்லாக்களை கவர்ந்து கொண்டு அதன் சுபாவத்தை கற்றறியும்படியாகவே இப்படியெல்லாம் செய்தார். ഫിലിപ്പിലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല എന്ന് നമ്മൾ വായിക്കുക. நாம் பிலிப்பியருக்கு எழுதின நிருபத்திலே படிக்கும் பொழுது அவர் தேவனுக்கு ஒப்பாக இருந்தும் அவருக்கு கொள்ளையாடின பொருளாக எண்ணவில்லை. അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அவர் வேஷத்திலே மனுஷனாக விளங்கினார். അങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. அப்படித்தான் ஆண்டவராக இயேசு உலகத்திலே வந்தார். മനുഷ്യനോടൊപ്പം ജീവിച്ചതായിട്ട് നമ്മൾ വായിക്കുകയാണ്. மனிதர்களோடு சேர்ந்து கலந்து வாழ்ந்தார். എന്നാൽ അവൻ ദൈവപുത്രനായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിരിക്കുക. அதே வேளையில் அவர் தேவனுடைய குமாரனாகத்தான் இருந்தார். എന്നാൽ യഹൂദജാതി തന്നെ തിരിച്ചറിയാതെ അത് ക്രൂശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ஆனால் யூத ஜாதி அவரை பகுத்தறியாமல் அவரை சிலுவையிலே அறைந்தார்கள். അങ്ങനെ താണ അനുഭവത്തിൽ വരേണ്ട ദൈവത്തിന്റെ ജ്ഞാനം കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. இப்படி தாழ்ந்த அனுபவத்திலே வருவதுதான் தேவனுடைய ஞானம் என்பதை விளங்க முடியும். ആ ജ്ഞാനമായ ക്രിസ്തുവിനെയാണ് ഞങ്ങളും പ്രസംഗിക്കുന്നത്. அந்த ஞானமாகிய கிறிஸ்துவைத்தான் நாங்கள் பிரசங்கம் பண்ணுகிறோம். ഒരു മനുഷ്യനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് പ്രത്യേകമായ ഒരു ജ്ഞാനം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ஒரு மனிதனை மீட்டுக் கொள்ளும்படியாக தேவனிடத்திலே விசேஷமான ஞானம் இருப்பதை காணலாம். പ്രത്യേകമായ ഔദ്യോഗിക വേഷങ്ങളിലല്ല യേശു ലോകത്തിലേക്ക് വന്നത്. மிகவும் அதிகாரபூர்வமான வேஷத்திலே இயேசு உலகத்திலே வரவில்லை. മറ്റുള്ളവർ തിരിച്ചറിയാത്ത ഒരു വേഷത്തിലാണ് താൻ ലോകത്തിലേക്ക് വന്നതെന്ന് നമുക്ക് കാണാം. மற்றவர்கள் புரிந்து கொள்ளக்கூடாத வேஷத்திலே அவர் உலகத்திலே வந்தார். ചില ജ്ഞാനികൾക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ஆனால் சில ஞானிகளுக்கு இயேசுவை குறித்ததான அறிவை அவர் அளித்தார். ന്യായപ്രമാണ പുസ്തകങ്ങളെല്ലാം അവർ വിശകലനം ചെയ്ത വ്യക്തികളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുക. அவர்கள் நியாயப்பிரமாண புத்தகங்களை எல்லாம் ஆராய்ந்து பரிசோதித்தவர்கள். ഒരു സമയത്ത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു
ഒരു വ്യക്തി വരുമെന്നുള്ളത് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. மனிதனுடைய மீட்புக்காக ஒரு நபர் வருவார் என்பதை குறித்து ஒரு நிச்சயம் இருந்தது. അത് യഹൂദ തമ്മൂസുകളും പുസ്തകങ്ങളും എല്ലാം പരിശോധിച്ച വ്യക്തികളായിരുന്നു എന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. அவர்கள் யூதர்களின் இப்படிப்பட்டதான வேத புத்தகங்களை எல்லாம் நன்கு ஆராய்ந்து அறிந்தவர்கள். അവർക്ക് ഒരു സമയത്ത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് കിട്ടി. ஒரு வேளையிலே இயேசுவின் பிறப்பை குறித்ததான வெளிப்படுத்தல் கிடைத்தது. അതേ ഒരു സ്ഥലത്ത് യേശു ജനിച്ചു എന്നുള്ളതായ വെളിപ്പാട് അവർക്ക് കിട്ടി. ஒரு இடத்திலே இயேசு பிறந்தார் என்கிறதான வெளிப்படுத்தலை பெற்றார்கள். അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ വിദ്വാൻമാർ യേശുവിനെ തിരക്കി വന്ന് നമ്മൾ വായിക്കുകയാണ്. அப்படிதான் இயேசுவை தேடி ஞானிகள் வந்தார்கள் என்பதை நாம் படிக்கிறோம். കാരണം അവരുടെ ഹൃദയത്തിൽ വേറെ ചില വെളിപ്പാടുകൾ ദൈവം കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. அவர்களுடைய இருதயத்திலே தேவன் வேறு விதமான வெளிப்படுத்தல்களை கொடுத்தார். എന്നാൽ അതിനു മുമ്പായിട്ട് പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെയും കാലഘട്ടമായിരുന്നു. ஆனால் அதற்கு முன்பாக புராணங்கள் எல்லாம் இருந்தது, பெரியதான கிரந்தங்கள் எல்லாம் இருந்தது. യേശുവിന് ജനിക്കുന്നതിന് മുമ്പായിട്ട് പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെയും കാലഘട്ടം എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് വായിക്കുകയാണ്. அதனால் இயேசு பிறப்பதற்கு முன்பாக புராணங்களும் புனிதமான வேதங்கள் எல்லாம் அவர்களுக்கு இருந்தது. ഇന്ത്യയിലെ ആരാധനയും ഒരു പുരാണ ആരാധനയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. இந்தியாவிலே இருந்ததான ஆராதனைகள் இப்படிப்பட்டதான இந்த புராணங்களின் ஆராதனையாக இருந்தது. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത് അവർ അനുകരിച്ചിരിക്കുന്ന ചില ആരാധനകൾ കൂടിയാണ്. அது மற்ற இடங்களிலே இருந்து அவர்கள் കറ്റുകൊണ്ടതാണ് ആരാധനകൾ. അത് ഗ്രീസിൽ നിന്ന് ഈജിപ്തിൽ നിന്നും അശൂരിൽ നിന്നും എല്ലാം അനുകരിച്ചതായ ചില ആരാധനകളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഗ്രീസ്, അസീറിയ, ഈജിപ്ത് இந்த ദേശങ്ങളിലിருந்து அவர்கள் கற்றுக்கொண்டதான காரியங்கள். ബാബിലോണിയ ആരാധനയുടെ അനുകരണങ്ങൾ കൂടിയാണ്. அது ബാബിലോണിൻ ആരാധനയെ അവர்கள் കற்றுക്കൊണ്ടത്. ഇന്ത്യൻ പുരാണങ്ങളിൽ അതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യാവിൻ പുരാണങ്ങളിലെ இப்படிப்பட்டதான കാര്യങ്ങൾ தான் இருக்கிறது. അതെ, ആ കാലഘട്ടത്തിൽ തന്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ചിലർക്ക് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. இந்த நாட்களில் இந்த சந்ததியை குறித்ததான அறிவை கொடுத்ததாக காண முடியும். ആ അറിവനുസരിച്ച് അവർ മുൻപോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. அந்த அறிவுக்கேற்றவண்ணமாக அவர்கள் முன்னே பிரயாணம் செய்தார்கள். അതെ, അവർ യഹൂദ നാട്ടിലേക്ക് വന്നപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. அவர்கள் யூதேயா தேசத்திலே வந்த பொழுது யூதர்களின் ராஜாவாக பிறந்தவர் எங்கே என்று கேட்டார்கள். എന്നാൽ അന്നത്തുള്ളതായ ഭരണാധികാരി അതിനെക്കുറിച്ച് ചഞ്ചലിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ஆனால் அன்றைக்கு அதிகாரத்தில் இருந்தவர்கள் அதை கேட்டு பிரமித்தார்கள். അത് ഹെരോദാവും അർക്കല്യാസും ഒക്കെ വാഴിച്ച രാജാക്കന്മാരായിരുന്നു. ഹെരോദ, അർക്കലിയ എല്ലാം அந்த ஆட்சியிலே அமர்த்தப்பட்டவர்களாக இருந்தார்கள். എന്നാൽ കർത്താവ് യേശുക്രിസ്തു രാജാവായി പിറന്നവനെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ஆனால் இயேசுவோ ராஜாவாகவே பிறந்தவர். യേശുക്രിസ്തു രാജാവായിട്ട് പിറന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു രാജാവാകത്താൻ പിറந்தார். എന്നാൽ രാജകീയ അനുഭവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് മനുഷ്യനായിട്ട് അവൻ ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. ஆனாலும் தம்முடைய ராஜரீக அனுபவங்களை எல்லாம் அவர் ஒதுக்கி வைத்து விட்டு பூமியிலே மனுஷனாக வந்தார். ആ കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ സത്യദൈവം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുക. அந்த ஆண்டவராக இயேசுதான் நம்முடைய சத்திய தேவன். ആ കർത്താവിനെ നമ്മൾ പൂർണ്ണമായിട്ട് പിൻപറ്റേണ്ടിയിരിക്കുകയാണ്. அந்த ஆண்டவரை நாம் முழுமையாக பின்பற்ற வேண்டும். അവനെ പൂർണ്ണമായിട്ട് പിൻപറ്റുന്നുവെങ്കിൽ നമുക്ക് പൂർണ്ണമായ രക്ഷകർത്താവ് ദാനമായി തരുന്നതായിട്ട് നമുക്ക് കാണാം. அவரை பூர்ணமாக பின்பற்றினால் பூர்ணமான ரட்சிப்பை ஆண்டவர் நமக்கு ஈவாய் தருவார். അതെ, അവനിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിത്യരക്ഷ ഉദ്ധാരണം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. அவரிலே விசுவாசம் வைத்து அந்த நித்தியமான ரட்சிப்பான மீட்பை நாம் பெற்றுக்கொள்ள வேண்டும். ആ കാൽവരി ക്രൂശിലെ മരണം മൂലം നമുക്ക് ഉദ്ധാരണം കർത്താവ് തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. கல்வாரி சிலுவையின் மரணத்தின் மூலமாக ஆண்டவர் நமக்கு இந்த மீட்பை அளிக்கிறார். ഒരു പാട്ടിൽ ഇപ്രകാരം കേൾക്കുവാനായിട്ടിടയായി. ஒரு பாடலிலே இப்படியாக பாடி நான் கேட்டேன். കൽവരിയിൽ കയറങ്ങൾ അണിയാൽ തുളച്ച നേരം മരണത്തിൻ തിരമാലകൾ എന്നേക്കുമായി നീങ്ങിപ്പോയി. ഇങ്ങനൊരു ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. கல்வாரியிலே அவருடைய கைகால்கள் துளைக்கப்பட்ட பொழுது அந்த மரணத்தின் அலைகள் എന്നേക്കുமாக നീങ്ങിവിട്ടത് എன்கிறதான അർത്ഥം വരുகிறதான പാടൽ. ട്യൂൺ എനിക്കറിയാമെന്നാകൽ മരണത്തിൻ്റെ തിരമാലകൾ എന്നേക്കുമായിട്ട് കാൽവരി ക്രൂസിൽ കർത്താവ് യേശു ക്രിസ്തു മരിച്ചതിനാൽ നീങ്ങിപ്പോയതായിട്ടാണ് വായിച്ചത്. അതിൻ രാഗം നന്നാக தெரியாவிட்டாலும் ஆண்டவராகிய இயேசு கல்வாரியிலே சிலுவையில் அறையப்பட்டபடினாலே மரணத்தின் அலைகள் எல்லாம் என்றைக்குமாக நீங்கிவிட்டது. അതെ, അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചതിന്റെ ഫലമായിട്ട് മരണത്തിന്റെ ഭീതിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ஆண்டவர் இப்படியாக மரித்தபடினாலே மரண பயத்திலே இருந்து மனிதன் நீங்களாக்கி விடுதலையாக்கப்பட்டான். അതെ, യഹൂദന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്തുകൊണ്ട് തന്നെ പീഡിപ്പിച്ച്
താൻ മരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. யூத ரோம போர்ச்சவர்கள் அவர்கள் விரும்பின வண்ணமாக ஆண்டவரை கொடுமையாக நடத்தினதை நாம் காண முடியும். എന്നാൽ കർത്താവ് യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. ஆனால் ஆண்டவராகிய இயேசு மரித்ததோ நம்முடைய மீட்பிற்காகவே. അതേ ജഡവേഷമെടുത്ത ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. அவர் மாம்ச வேஷத்திலே பூமியிலே வந்ததை காண முடியும். രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമ്മൾ വായിക്കുക. இரண்டாவதாக நான் சொல்ல போவது என்னவென்றால் இந்த தாழ்ச்சியான உலகத்திற்கு அவர் இறங்கி வந்தார். ആ താഴ്ച ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഉയർച്ച ലഭിച്ചെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அவர் தாழ்த்தப்பட்டபடியினால் மட்டும்தான் நாம் உயர்த்தப்பட்டோம். ആ അനുഭവം നമ്മളെല്ലായ്പ്പോഴും ഓർക്കേണ്ടിയിരിക്കുകയാണ്. அந்த அனுபவத்தை எப்பொழுதும் நினைவு கூற வேண்டும். ഞാനൊരു പുസ്തകം ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി. ஒரு புத்தகத்தில் இப்படி படித்தேன். ഒരു പ്രത്യേകമായ മനുഷ്യന്റെ താഴ്ചയും ഉയർച്ചയുമായിരുന്നു. ஒரு மனிதனின் தாழ்ச்சி அவனுடைய உயர்வு. റൈസ് ആൻഡ് ഫാൾ ഓഫ് എ മാൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. மனிதன் விழுகை உயர்வு என்பதுதான் அந்த புத்தகத்தின் பெயர். ഇപ്പോൾ ഒരു മനുഷ്യൻ വലുതായിട്ട് ഉയർന്നു പെട്ടെന്ന് അങ്ങ് താണുപോയി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകമായ കാര്യം. ஒரு மனிதன் அவன் பெரிதாக உயர்ந்தான், ஆனால் திடீரென்று தாழ்த்தப்பட்டு விட்டான். കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ധനവാനായ മനുഷ്യന്റെ അനുഭവമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. കേരളാവിലെ മികവും ഐശ്വര്യവാനാണ് ഒരു മനുഷ്യനിൻ வாழ்க்கை. അതെ, അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ടാറ്റ മുതലായവരെക്കാൾ ഏറ്റവും വലിയ മനുഷ്യനായി തീരുമായിരുന്നു. இன்றைக்கு அவர் உயிரோடு இருந்தால் டாடா பிர்லாவை பார்க்கிலும் பெரிய ஐஸ்வர்யவானாக இருந்திருப்பார். അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറി തന്നെ ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്നു. அவருடைய ஒரு ஃபேக்டரி எங்கள் ஊரில் இருந்தது. അതെ, ബിസ്ക്കറ്റ് രാജൻ എന്ന് പറഞ്ഞതായ വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. பிஸ்கட் ராஜன் என்கிறதான் நபரை குறித்து நீங்கள் கேட்டிருப்பீர்கள். എന്നാൽ പിന്നീട് മലേഷ്യയിൽ ചില ബിസിനസ്സുകൾ നടത്തിയതിന്റെ ഫലമായിട്ട് തനിക്ക് ചില താഴ്ചകളൊക്കെ വന്നതായിട്ട് നമ്മൾ വായിക്കുക. ஆனால் மலேசியாவிலே அவர் செய்ததான பிசினஸின் விளைவாக சில தாழ்வுகள் அவருக்கு வந்ததாம். അദ്ദേഹം പിന്നീട് മരിക്കേണ്ടതായിട്ട് വന്നു. பிற்காலத்திலே மரித்து போனார். അപ്പോൾ തന്റെ സഹോദരൻ ഇങ്ങനെ ഒരു പുസ്തകം പ്രത്യേകമായിട്ട് എഴുതി. அப்பொழுது அவருடைய சகோதரன் இப்படியாக ஒரு புத்தகம் எழுதினார். അത് റൈസ് ആൻഡ് ഫാൾ ഓഫ് എ മാൻ എന്നാണ്. ரைஸ் அண்ட் ஃபால் ஆஃப் எ மேன். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. ആ വ്യക്തിയുമായിട്ട് ചെറുപ്പത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. நான் இந்த நபரிடத்திலே சிறு வயதிலே பேசியிருக்கிறேன். അവരുടെ ഒരു ഫാക്ടറി ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്നു. அவருடைய ஃபேக்டரி எங்கள் ஊரிலே இருந்தது. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരു മനുഷ്യൻ വലുതായിട്ട് ഉയർന്നുവെങ്കിൽ തന്നെ പെട്ടെന്ന് താണുപോയി. நான் சொன்னது நோக்கம் என்னவென்றால், அவர் அபரிமிதமாக உயர்ந்தாலும் திடீரென்று விழுந்து விட்டார், தானு. ആ സംഭവങ്ങളെല്ലാം നമുക്ക് ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. அந்த செய்திகள் நாம் செய்தித்தாளிலே படித்திருக்கிறோம். എന്നാൽ വേറൊന്ന്, താഴ്ചയിൽ നിന്ന് ഉയർന്നതായ ഒരു അനുഭവമാണ് ക്രിസ്തുയേശുള്ളതായ അനുഭവം എന്നുള്ള കാര്യം കൊണ്ട് ഓർപ്പിക്കുക. ஆனால் கிறிஸ்துவின் அனுபவம் என்னவென்றால், தாழ்விலே இருந்து உயர்த்தப்பட்டார். അത് സ്വർഗത്തിന് നേരെ ഉന്നതനായി തീർന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുകയാണ്. அவர் எல்லா வானங்களுக்கு மேலாக உயர்த்தப்பட்டார் என்பதை அறிய வேண்டும். എന്തിനു വേണ്ടിയാണ് നമ്മളെ ഉദ്ധരിച്ച് അവനോടൊപ്പം ആക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ஏனென்றால் நம்மையும் உயர்த்தி தம்மோடு கூட உட்கார செய்யும்படியாக. എത്രയോ ഉയർന്നതായ മനുഷ്യർ പെട്ടെന്ന് താണു പോകുന്നതായിട്ട് നമുക്ക് കാണാം. எவ்வளவோ உயர்ந்த மனிதர்கள் திடீரென்று தாழ்ந்து போவதை காண முடியும். എങ്കിലും നമ്മൾ ദൈവം താഴ്ന്നവരെങ്കിലും ദൈവം നമ്മളെ ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക്. ஆனால் நாமோ தாழ்ந்தவராக இருந்தாலும் தேவன் நம்மை உயர்த்தி வைத்திருக்கிறார். ആ ധനമാനങ്ങളെല്ലാം നമ്മുടെ ഉയർച്ച എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ஆதலால் இப்படிப்பட்டதான பணம் கனம் ஸ்தானங்கள் எல்லாம் நம்முடைய உயர்வு என்பதை நினைத்துக் നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഉയർന്ന മനുഷ്യർ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. രക്ഷിക്കപ്പെട്ട മനുഷ്യர்கள் தான் மிகவும் உயர்ந்த மனிதர்கள். അതെ, നിങ്ങളെല്ലാവരും ആ ഉയർന്ന മനുഷ്യരാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. நீங்கள் இவ்வளவு உயர்ந்த மனிதர்கள் என்பதை நினைப்பூட்டுகிறேன். ആ രക്ഷയുടെ കൂട്ടത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. அந்த ரட்சிப்பின் குடும்பத்திலே தேவன் நம்மை கொண்டு வந்திருக்கிறார். അതേ, ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ദൈവം നമ്മളെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ஐஸ்வர்யவான் ஏழை என்கிறதான பாகுபாடு இல்லாமல் தேவன் நம்மை உயர்த்தி கொண்டு வந்திருக்கிறார். അതെ, ഇന്ത്യൻ പ്രസിഡന്റിനേക്കാളും അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും എല്ലാം ദൈവം നമ്മളെ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. இந்தியன் ஜனாதிபதி அமெரிக்க ஜனாதிபதியை பார்க்கிலும் மிகவும் உயர்ந்த நிலவரத்திலே தேவன் கொண்டு வந்திருக்கிறார். മറ്റവർക്ക് ധനവും മാനവും ചിലപ്പോൾ സ്ഥാനമാനങ്ങളും കണ്ടെന്ന് വരാം. அவர்களுக்கு கணம், பதவி, ஸ்தானங்கள் இருக்கக்கூடும். എന്നാൽ ദൈവം നിങ്ങളെ ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ஆனால் தேவன் இப்பொழுது உங்களை மிகவும் உன்னதமாக வைத்திருக்கிறார். ആ പ്രത്യേകമായ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കും. அந்த விசேஷத்தை வெளிப்படுத்தல் நம்முடைய வாழ்க்கையிலே தேவை. അതേ, നമ്മളെ ഉയർത്തേണ്ടതിനായിട്ട് അവൻ അതേ താണ ലോകത്തിലേക്ക് വന്നു. நம்மை உயர்த்தும்படியாகவே இந்த தாழ்ந்த உலகத்திலே அவர் வந்தார். ആ യേശുവിനെ നമുക്കൊന്നുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുകയാണ്. அந்த இயேசுவை நாம் இன்னும் அதிகமாக அறிய வேண்டும்.
ഈ എഫേസ്യ ലേഖനം 4 നമ്മൾ വായിക്കുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി നമ്മൾ വായിക്കും. എഫേസ്യ നിരുപം 4-ാം അധികാരത്തിലെ പഠിക്കുമ്പോഴ് അവർ കട്ടുണ്ടകളെ പിടിത്തുകൊണ്ട് ഉയരത്തേക്ക് പോനാർ. അതെ, കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് അതിന് മീനിങ് വരുന്നതായിട്ട് നമ്മൾ വായിക്കും. ഏറിനാർ என்பதினாலே ഇറങ്ങിനാറിന്റെയും കരുത്ത് இருக்கிறதாம். ആ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? കയറി എന്നതിനാൽ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവർ ഏറിനാർ என்பதினாலே താഴ്വിടങ്ങളിലെ ഇറങ്ങിനാർ എന്ന് വിളങ്ങുகிறதில்லைவா? അത് എഫേസ്യ ലേഖനം 4-8 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിക്കേണ്ടിയിരിക്കാം. എഫേസ്യർ 4-ാം അധികാരം 8-ാം വചനം നിങ്ങൾ നന്നാக പഠിக்க வேண்டும். അതെ, അധോ മണ്ഡലത്തിലേക്ക് അവൻ ഇറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുകയാണ്. അവർ താഴ്വിടങ്ങൾക്ക് ഇറങ്ങിനാർ என்பதை പഠിக்கிறோம். അത് കർത്താവ് യേശു ക്രിസ്തു 3 ദിവസം കല്ലറയിലായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. ആണ്ടവരായ യേശു 3 നാൾ കല്ലറയിലേ ഇരുന്നാർ. അത് എന്തുകൊണ്ടാണ് കല്ലറയിലായിരുന്നത്? പിശാചിന്റെ എല്ലാ രഹസ്യ കേന്ദ്രങ്ങളെയും തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. ഏൻ அந்த കല്ലറയിലേ இருந்தார்? பிசாசின் രഹസ്യமான இடங்களெல்லாம் அறிய வேண்டும். അവന്റെ അധോമണ്ഡലങ്ങളെല്ലാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. അവനുடைய താഴ്വിടങ്ങളെല്ലാം അറിந்து കൊள்ள வேண்டும். അതിനുവേണ്ടി ചില ടൈം കൂടി ദൈവം കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. அதற்கான நேரத்தையும் ஆண்டவர் கொடுத்ததாக காண்கிறோம். അപ്പോൾ അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റതായിട്ട് നമ്മൾ വായിക്കുകയാണ്. அதற்கு பின்னதாகத்தான் உயிரோடு எழும்பினார் என்று காண்கிறோம். അത് അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി നമ്മൾ വായിക്കുകയാണ്. சிறைப்பட்டவர்களை பிடித்துக் கொண்டு அவர் உயரத்திலே போனார். അത് അധോമണ്ഡലത്തിൽ കിടന്ന മനുഷ്യനെ പിടിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. താഴ്വിടങ്ങളിൽ ഇരുന്നതാണ് മനുഷ്യരെ പിടിത്തുകൊണ്ട് அந்த രക്ഷിപ്പിൻ അനുഭവത്തിലേക്ക് ഏറി ചെന്റാർ. അതെ, ആ ക്രൂശിലെ കള്ളൻ തന്നെ പറയുന്നുണ്ട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുകയാണ്. அந்த சிலுவை கள்ளன் சொல்கிறார், நீ ராஜாவாக வரும்பொழுது என்னையும் நினைத்துக் கொள்ளும். അതേ, കർത്താവ് പറയുന്നു, നീ എന്നോടുകൂടി പരദീസയിലിരിക്കുമെന്ന് വായിക്കുകയാണ്. ஆண்டவர் சொல்கிறார், இன்றைக்கு நீ என்னோடு கூட பரதீசில் இருப்பாய். അവൻ എവിടേക്ക് ഇറങ്ങി വന്നു എന്നുള്ള കാര്യം കൂടി ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. அவர் எங்கே இறங்கி சென்றார் என்பதையும் சொல்கிறேன். അവൻ ഇറങ്ങിയത് പിശാചിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും തകർക്കേണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. பிசாசின் எல்லா விதமான வல்லமைகளையும் அழிக்கும்படியாக அந்த இடங்களிலே அவர் இறங்கி சென்றார். ഒരാൾ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശപ്പെടുത്തേണ്ടതിന് വേണ്ടി അവൻ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാം. இன்னும் சொன்னால் மரணம் பாதாளம் என்பவைகளின் திறவுகோலை சொந்தமாக்கும்படியாகவே இறங்கி சென்றார். അതേ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശപ്പെടുത്തിക്കൊണ്ട് ജയശാലിയായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിനും പാതാളത്തിനും ഉரியதான തിറവുകോலை അവർ സ്വന്തമാക്കിക്കൊണ്ട് അവർ ജയശാലിയാக ഉയരോടെ എഴുമ്പിനാർ. ആ വെളിപ്പാട് വായിക്കുമ്പോൾ ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മൾ വായിക്കാം. വെളിപ്പെടുത്തുന്ന വിശേഷത്തിലെ பார்க்கும்போது ഞാൻ മരിച്ചവനാக இருந்தேன், இதோ സദാ കാലങ്ങളിലും ഉയരോടെ இருக்கிறேன். എല്ലാവിധമായ അധികാരങ്ങളെയും ഞാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്ന് താൻ പറയുക. എല്ലാവിധமான അധികാരങ്ങളെയും ഞാൻ സ്വന്തമാക്കി കൊണ്ടേൻ. അത് താക്കോൽ എന്റെ കൈവശം വന്നിരിക്കുക. ഇതോ തിറവുകോൽ എൻ കയ്യിലേ വന്നുവിട്ടത്. ഒരുവനെ മരണത്തിലേക്ക് നയിക്കുവാനും നിത്യജീവനിലേക്ക് നയിക്കുവാനും കർത്താവിന്റെ അധികാരമുണ്ടെന്ന് നമുക്ക് വായിക്കാം. ഒരുവനെ മരണത്തിലേക്ക് അനുപ്പവും അവനെ നിത്യജീവനുക്ക് നടത്തവും ആണ്ടവർക്ക് അധികാരമുണ്ട്. അതെ, ന്യായവിധിയിലേക്ക് തള്ളുവാനും കർത്താവിന് അധികാരമുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ന്യായത്തീർപ്പിലെ തള്ളിവിടവും ആണ്ടവർക്കേ അധികാരം. അതെ, ആ അധികാരമെല്ലാം കർത്താവ് പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കാം. அந்த அதிகாரத்தை உடையவராக மாறினார். ആ വലിയ അധികാരം പ്രാപിച്ച കർത്താവിനെ നമ്മൾ അറിയേണ്ടിയിരിക്കാം. அந்த பெரிய அதிகாரம் பெற்ற இயேசுவை நாம் அறிய வேண்டும். അതെ, ആ താക്കോൽ കൈവശമുള്ളവരെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കാം. அந்த തിറവുകോൽ ഉടയവരെ നാം നിனைக்க வேண்டும். ആ താക്കോൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെ മർമ്മം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടിയിരിക്കാം. തിറവുകോൽ എന്ന് சொல்லும்போது எல்லாவற்றின் രഹസ്യം. അതെ, അത് മാത്രമല്ല സാത്താന്റെ എല്ലാവിധമായ ശക്തികളെയും അവൻ തകർത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് மட்டுமில்லாமல் സാത്താനിൻ എല്ലാ വല്ലമകളെയും അടിച്ചു പോട്ടാർ. അതേ, മനുഷ്യനെ അധോമണ്ഡലത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന സാത്താന്യ ശക്തികളിൽ നിന്ന് ലോകത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. இன்றைக்கு மனிதனை தாழ்விடங்களிலே இழுத்து செல்கிறதான சாத்தானின் வல்லமைகள் உலகத்திலே கிரியை செய்கிறது. അത് സാത്താന്യ ഉപദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அவை சாத்தானின் உபதேசங்கள் என்பதை விளங்க வேண்டும். അതെ, ആ രഹസ്യ കേന്ദ്രങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. அந்த ரகசியமான காரியங்களை எல்லாம் நாம் விளங்கிக் கொள்ள வேண்டும். അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. அதிலே இருந்து நாம் விடுதலை பெற வேண்டும். അതെ, അവന്റെ വെളിപ്പെടൽ എവിടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. அவனுடைய மறைவிடம் எங்கே என்பதை நாம் விளங்கிக் கொள்ள வேண்டும். കർത്താവ് യേശു ക്രിസ്തു അവന്റെ വെളിപ്പെടങ്ങളെ എല്ലാം മനസ്സിലാക്കിയതായിട്ട് നമുക്ക് കാണാം. அவன் ஒளித்திருக்கும் இடங்களெல்லாம் ஆண்டவராகிய இயேசு கண்டுபிடித்தார். ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ വിസിറ്റ് ചെയ്ത ആ സമയത്ത് വീട്ടുടയവൻ
ആ മിറ്റം ഇങ്ങനെ കിളയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടു. நான் ஒரு முறை ஒரு வீடை சந்திக்க சென்ற பொழுது அந்த வீட்டில் இருந்ததான மனிதன் அவர் முற்றத்திலே அவர் சில குழிகள் எல்லாம் எடுத்துக் கொண்டிருந்தார். സാധാരണയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞ് കസേരയൊക്കെ എടുത്തു തരുന്ന ആ വ്യക്തിയാണ്. வழக்கமாக நான் போனால் பாஸ்டர் எப்படி இருக்கிறீர்கள் என்றெல்லாம் வினவி அவர் சேரெல்லாம் போட்டு தருகிறவர். ഞാൻ എന്നെ കണ്ടിട്ട് നവർമേൻ്റെ ആടിയിരുന്ന ആ മിറ്റം ഇങ്ങനെ ഒരു കുന്താൽ വെച്ച് ഇങ്ങനെ കളച്ചോണ്ടിരിക്കുകയാണ്. ஆனால் அன்றைக்கு அவர் என்னை பார்த்த பொழுது அவர் என்னை கவனிக்காமல் அவருடைய வேலையே செய்து கொண்டிருந்தார். അപ്പം ഞാൻ ചിന്തിച്ചു, ഇതിനു വേണ്ടിയാണ് മിറ്റം കളയ്ക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. அவர் எதற்காக இப்படியாக முற்றத்திலே இந்ததான வேலையில் செய்கிறார் என்பதை சிந்தித்தேன். കുറച്ച് കളച്ചതിന് ശേഷം അദ്ദേഹം ഒരു വലിയ പാമ്പിനെ അതിനകത്ത് നിന്ന് എടുത്ത് എന്നെ കാണിച്ചു. கொஞ்ச நேரம் அவர் இந்த நிலத்திலே வேலை செய்துவிட்டு ஒரு பெரிய பாம்பை எடுத்து எனக்கு காண்பித்தார். അതൊരു വലിയ മൂർഖൻ പാമ്പായിരുന്നു. அது ஒரு பெரிய நாகப்பாம்பு. അതിന്റെ ഒളിപ്പിടത്തെ താൻ കണ്ടുപിടിച്ച് അതിന്റെ പിന്നാലെ കിളച്ചു പോയതായിരുന്നു മനസ്സിലാക്കുവാൻ സാധിച്ചു. அது ஒளித்திருக்கிறதான இடத்தை கண்டுபிடித்து குழி எடுத்து அதை வெளியே கொண்டு வந்தார். ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഭവനത്തിലുള്ളവരെ ഇത് കടിക്കും, അതുകൊണ്ടാണ് താൻ അത് ചെയ്തത്. அவர் இது செய்யாவிட்டால் அந்த பாம்பு அந்த வீட்டில் உள்ளவர்களை கடிக்கும், அதனால் தான் அப்படி செய்தார். അപ്പോൾ തന്റെ പ്രവൃത്തിയെ ഞാൻ ചിന്തിച്ചു. நான் அவர் செய்த காரியங்களை சிந்தித்தேன். ആ പാമ്പിന്റെ ഒളിപ്പിടത്തെ താൻ അത് കണ്ടുപിടിച്ച് അത് കമ്പിൽ കുത്തി എന്നെ കാണിച്ചു. அந்த பாம்பு ஒளித்திருக்கும் இடத்தை கண்டுபிடித்து அது ஒரு கோலினாலே குத்தி எனக்கு காண்பித்தார். അത് നമ്മൾ ഇത് പ്രത്യേകമായിട്ട് അറിയേണ്ടിയിരിക്കുകയാണ്. நாம் இதை விசேஷமாக அறிய வேண்டும். അനേകരെ ആ പിശാച് എന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുക. இன்றைக்கு பிசாசானவன் அநேகரை விழுங்கிக் கொண்டிருக்கிறான். അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കേണ്ടിയിരിക്കുകയാണ്. ஆனால் அதிலிருந்து தேவன் தாமே நம்மை விடுதலையாக்க வேண்டும். അനേകാര്യങ്ങളെ വിടുവിക്കേണ്ടിയിരിക്കുകയാണ്. അനേകായിരങ്ങളെ വിടുതലയാക്ക வேண்டும். അതിനുവേണ്ടിയാണ് സുവിശേഷ മീറ്റിംഗ് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. அதற்காகத்தான் இப்படிப்பட்டதான சுவிசேஷ கூட்டங்கள் ஒழுங்கு செய்கிறோம். ഞാൻ പറഞ്ഞു വന്നതായ കാര്യം ആ താണലോകത്തിലേക്ക് വന്നവനായ യേശുവിനെയാണ് നമുക്ക് അറിവാണ്ടൊക്കെ സാധിക്കുന്നത്. நான் சொன்னது தாழ்விடங்களிலே இறங்கி சென்ற இயேசுவை நாம் அறிய வேண்டும். അതേ, അവൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ஆனால் அவர் உன்னதத்திற்கு ஏறி மனிதர்களுக்கு ஈவை கொடுத்தார். ആ വിവിധ ദാനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ஆவிக்குரிய வரங்களை குறித்து நாம் காண்கிறோம். അതേ, എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ സുവിശേഷം ഒരു ദാനമായിട്ട് നമുക്ക് കാണാം. எபேசியர் நிருபத்திலே படிக்கும் பொழுது சுவிசேஷம் ஒரு ஈவு. അതെ, ക്രിസ്തു ഒരു ദാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. கிறிஸ்துவை ஒரு ஈவாக காண முடியும். അതെ, പരിശുദ്ധാത്മാവ് ഒരു ദാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധ ആവിയെയും നാം ഒരു വരமாக காண முடியும். അതെ, എന്നെ നിങ്ങളെ ഉയരത്തിൽ കർത്താവിനോട് ഇരിക്കേണ്ടതിനായിട്ട് അവൻ പല ദാനങ്ങളെ തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. நானும் நீங்கள் உன்னதத்திலே ஆண்டவரோடு கூட இருக்கும்படியாக பலவிதமான ஈவுகளை வரங்களை தருகிறார். ആ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കേണ്ടവരാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. அந்த ஈவுகளை பெற்று நாம் அவரோடு கூட இருக்க வேண்டும். ഇത്ര വലിയ രക്ഷയും ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഈ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അവന്റെ നാമം വലിയത്, ദയ നീക്കുമുള്ളത്. അവന്റെ നാമം വലിയത്, ദയ നീക്കുമുള്ളത്. യേശു നല്ലവൻ. സ്തോത്രം. ഇത്ര വലിയ രക്ഷ എന്നാണ് നമ്മൾ പാടിയത്. நாம் பாடினோம் இவ்வளவு பெரிதான ரட்சிப்பு. അത് എല്ലാം പാടുവാനുള്ളതായ സമയമില്ല, எல்லாம் பாட நேரமில்லையே. അതേ, ഒരു വലിയ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. இவ்வளவு பெரிதான ரட்சிப்பிலே ஆண்டவர் கொண்டு வந்தார். അതേ, മനുഷ്യൻ ജഡരത്വങ്ങളായതുകൊണ്ട് അവനെ പോലെ കർത്താവ് അവതരിച്ചതായിട്ട് നമുക്ക് കാണാം. மனிதன் மாம்சத்தையும் இரத்தத்தையும் உடையவனானபடியினால் ஆண்டவரும் அவனைப் போல மாறினார். അതേ, മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചതായിട്ട് നമ്മൾ വായിക്കുക. மரணபயத்தினாலே அடிமைகளாக இருந்தவர்களை விடுவித்தார். അതേ, മക്കൾ ജഡരത്വങ്ങളോട് കൂടിയതായതുകൊണ്ട് അവനും ജഡരക്തമായിട്ട് അവതരിച്ചതായിട്ട് നമ്മൾ വായിക്കുക. பிள்ளைகள் மாம்ச ரத்தங்களோடு கூடியவர்களானபடினால் அவரும் அப்படியே மாறினார். അതേ, മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരൊക്കെയും കർത്താവ് വിടുവിച്ചതായിട്ട് നമുക്ക് കാണാം. மரணபயத்தினாலே அடிமைகளானவர்களை ஆண்டவர் விடுவித்தார். ആ അടിമത്തത്തിൽ വിടുവിച്ചതായ മക്കൾ ചേർന്ന് വീണ്ടും ഒരു ഹല്ലേലൂയ പറയാം.
ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആ വിടുതലിന്റെ ശുദ്ധമായി അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. அந்த விடுதலின் சுத்தமான காற்றை நாம் அனுபவிக்கிறோம். എത്ര പേര് വിടുവിക്കപ്പെടാത്ത ആ കാരാഗൃഹത്തിന് അനുഭവത്തിൽ നിന്ന് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ஆனால் இன்றைக்கும் எத்தனையோ பேர் விடுதலை பெறாமல் அந்த சிறைச்சாலையின் அனுபவத்திலே வாழ்கிறார்கள். അതെ, വിലയും സമ്മാനവും കൊടുക്കാതെ കർത്താവ് നമ്മളെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. பணமும் விலையும் கொடுக்காமல் ஆண்டவர் நம்மை விடுதலையாக்கினதாய் காண்கிறோம். അതെ, പഴയ നിയമകാലത്ത് ഉദ്ധാരണ ദ്രവ്യം കൊടുക്കണമായിരുന്നു. பழைய ஏற்பாட்டு நாட்களிலே மீட்கும் பொருளை கொடுக்க வேண்டியதாக അതെ, இருந்தது. പഴയ ഗ്രീസിലൊക്കെ ഉദ്ധാരണ ദ്രവ്യം കൊടുത്താണ് അനേകരെ മോചിപ്പിക്കുന്നുള്ള ചരിത്രമുണ്ട്. பழைய நாட்களிலே அந்த கிரீஸிலே அடிமைகளை அவர்கள் மீட்கும் பொருளை கொடுத்துதான் விடுவித்தார்கள். അതെ, കുറ്റവാളികൾക്ക് ഉദ്ധാരണ ദ്രവ്യവും വീണ്ടെടുപ്പിന്റെ വിലയും പ്രത്യേകമായിട്ട് കൊടുക്കണമായിരുന്നു. அந்த குற்றவாளிகளுக்காக இந்த மீட்பின் கிரியம் அதன் கிரயப் பொருளை அவர்கள் கொடுக்க வேண்டும். അവർ പറയുന്ന ആ ഉദ്ധാരണ ദ്രവ്യം അവരുടെ കയ്യിൽ കൊടുക്കണമായിരുന്നു. அவர்கள் தேவைப்படுகிறதான அந்த மீட்பின் விலை, அந்த மீட்கும் பொருளை கொடுக்க வேண்டும். അത് മോചനദ്രവ്യവും പ്രത്യേകമായിട്ട് കൊടുക്കണമായിരുന്നു. அவர்களை அந்த மீட்கும் பொருளான பணத்தை விசேஷமாக கொடுக்க வேண்டும். അത് മതിപ്പ് വിലയാണ്. മതിപ്പ് വില എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. அவர்களை மதிக்கிறதான விலை என்பதை காண முடியும். ആ ഗ്രീസിലെ പ്രത്യേകമായ ഒരു പ്രതിമയുണ്ട്. கிரீஸிலே ஒரு சொரூபம் இருக்கிறது. അത് 4 കൈയുള്ളതായ ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു. அது 4 கைகள் உடையதான ஒரு சிலை. 2 കൈയിലും പ്രത്യേകമായിട്ട് ദ്രവ്യം കൊടുത്തു വെച്ചിരിക്കുകയാണ്. அந்த 2 கையிலும் பணம் இருக்கிறது. ഒരു കൈ കൊണ്ടൊരു ത്രാസ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ஒரு கையிலே ஒரு துலாசை அவர்கள் பிடித்திருக்கிறார்கள். ഒരു കൈയിലൊരു വാൾ വെച്ചിരിക്കുകയാണ്. மறு கையிலே ஒரு பட்டயம் இருக்கிறது. അതെ, പുരാണ ഗ്രീസിലെ ഒരു പ്രത്യേകമായ പ്രതിമയായിരുന്നു. அது அந்த பழைய கிரீஸிலே இருந்ததான ஒரு சிலை. അതെ, ഒരുത്തവന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കൊടുക്കണമെന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. ஒருவன் மீட்கப்பட வேண்டும் என்றால் தேவைப்படுகிறதான பணம் கொடுக்க வேண்டும். അതിന്റെ പ്രത്യേകമായ ഇന്ത്യയിൽ വന്നപ്പോൾ 4 കൈയുള്ളതായ ദേവിയായിട്ട് മാറ്റപ്പെട്ടു. ஆனால் அது இந்தியாவிலே வந்தபொழுது அந்த சிலை 4 கைகளுள்ள தேவியாக மாறிவிட்டதாம். അത് പലവിധമായ രൂപാന്തരം വരുത്തി അതിനെ ദേവിയായിട്ട് ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. பலவிதமான மாறுதல்கள் அதிலே உண்டு பண்ணி தேவியாக மாற்றி அவர்கள் தொழுது கொண்டார்கள். ഇന്നുള്ളതായ ഇന്ത്യൻ കോടതികളിലും ഈ പ്രതിമ വെച്ചിട്ടുണ്ട്. അത് 2 കൈയിൽ അത് ത്രാസ് വെച്ചിരിക്കുന്ന പ്രത്യേകമായ ഒരു പ്രതിമയാണ്. நம்முடைய நாட்டிலே நீதிமன்றங்களிலே இப்படிப்பட்டதான சிலுவை இருக்கிறது. 2 கைகளுண்டு, ஒரு கையிலே தராசு இருக்கிறது. അതെ, പഴയ പ്രതിമയെ രൂപാന്തരപ്പെടുത്തി പല രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. பழைய சிலைக்கு சில மாற்றங்கள் வரப்பண்ணி இப்படியாக செய்திருக்கிறார்கள். അത് പ്രത്യേകമായ തൂക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. அது நிறுத்து பார்ப்பது என்பது விளங்கிக் கொள்ளலாம். അതെ, നമ്മളുടെ ഉദ്ധാരണ ദ്രവ്യവും വീണ്ടെടുപ്പ് വിലയും എല്ലാം കർത്താവ് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കാം. ஆகையால் நம்முடைய மீட்கும் பொருள், மீட்கும் விலை ஆண்டவர் செலுத்தி இருக்கிறார். അതെ, നമ്മൾ പ്രത്യേകമായിട്ടൊന്നും കൊടുക്കാതെ കർത്താവ് നമ്മളെ സൗജന്യമായിട്ട് വീണ്ടെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. நாம இனி ஒன்றும் கொடுக்க தேவையில்லை. ஆண்டவர் நம்மை இலவசமாக மீட்டுக் கொண்டார். അവൻ തന്നെ യാഗമായി തീർന്ന വീണ്ടെടുപ്പ് സ്വയമായിട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அவர் தம்மை தாமே பலியாக செலுத்தி அந்த மீட்கும் பொருளை, கிரயத்தை செலுத்தினார். അതെ, BC 500 ഈ പ്രത്യേകമായ ആചാരങ്ങൾ അത് പുരാതന യെരൂശലേമിലും ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുകയാണ്. 500 சில பிரத்யேகமான ஆச்சாரங்கள் പഴയ ഇസ്രായേലിലും ഇരുന്നതാം. അതുകൊണ്ടാണ് സെക്രിയാപ്രവൻ പറയുന്നത്, നിങ്ങൾ എനിക്ക് തരുന്നതായ உத்தாரண திரவியம் എന്തെന്ന് ചോദിക്കുകയാണ്. ஆதலால் சகரியா சொல்கிறார், நீங்கள் அதற்காக கொடுக்கும் விலை பொருள் தான் என்ன? അതെ, നിങ്ങൾ എനിക്ക് തരുന്നതായ മതിപ്പ് വില എന്താണെന്ന് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. நீங்கள் எனக்காக செலுத்தும் விலை என்ன என்று அவர் கேட்கிறார். അത് പ്രത്യേകം ഉപമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വായിക്കുകയാണ്. അത് ഒരു ഉപമயாக சொல்வதை காண முடியும். അതെ, BC 500 കാലഘട്ടത്തിൽ യെരൂശലേമിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മുറ്റുനിന്നതായ കാലഘട്ടമായിരുന്നു. கிமு 500 இஸ்ரவேலிலே இப்படிப்பட்டதான சில தவறான ஆச்சாரங்கள் எல்லாம் அங்கே இருந்தது. അവർ പറയുന്നുണ്ട്, അതെ, അവർ 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തായിട്ട് നമ്മൾ വായിക്കും. ஆனால் 30 வெள்ளிக்காசை நிறுத்தி கொடுத்ததை காண முடியும். പിന്നെയും പറയാണ്, നല്ല വിലയായിരിക്കുന്നു, അത് ഈ ഉദ്ധാരണ ദ്രവ്യം നല്ലതായിരിക്കും എന്ന് പറയാം. இது நல்ல விலைதான், மீட்கும் பொருளான ஒரு நல்ல விலைதான் என்று சொல்கிறார். നിങ്ങൾ എനിക്ക് വേണ്ടി തന്നതായ ഉദ്ധാരണ ദ്രവ്യം നല്ലത് തന്നെ എന്ന് പറയുകയാണ്. நீங்கள் எனக்காக தந்ததான அந்த மீட்பின் விலை என்பது நல்லதுதான் என்று சொல்கிறார். ഇസ്രായേൽ മക്കൾ വിലമതിച്ചതിന്റെ വിലയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ, இஸ்ரவேல் ஜனங்கள் വിലമതിച്ച விலை, அவர்கள் விலையிட்டதான அந்த விலை. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. ஆனால் இயேசுவின் விலை மதிப்பு என்ன என்பதை விளங்கிக் கொள்ள வேண்டும். അതെ, മുഴു ലോകത്തെ വീണ്ടെടുത്തവനായ കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. முழு உலகத்தை மீட்டெடுத்த ஆண்டவரை நாம் காண முடியும். അതെ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. நம்மை மீட்டெடுத்திருப்பது பொன் வெள்ளி முதலாக அழிந்து போகிறதான பொருட்களினால் அல்ல. അതെ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളമായ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. கிறிஸ்து
கிறிஸ்துவென்னும் மாசற்ற கபடற்ற ஆட்டுக்குட்டியின் இரத்தத்தினாலே மீட்கப்பட்டிருக்கிறோம். കുഞ്ഞാട്ടിൻ്റെ ഞാൻ ശുദ്ധനായി തീർന്നു താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനോളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനോളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തോത്രം. ഉദ്ധാരണ ദ്രവ്യവും വീണ്ടെടുപ്പ് പോലും കർത്താവിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. ஆதலால் அந்த மீட்கும் விலை அந்த கிரயப்பொருளை ஆண்டவரே செலுத்தினார். അതെ, വേറൊരു ദാസ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அதனால நம்ம அடிமைத்தனங்களில் இருந்து ஆண்டவர் நம்மை விடுதலையாக்கினார். അത് മറ്റുള്ളതായ രാജ്യങ്ങളിൽ ഒരു വിടുവിക്കപ്പെട്ടാലും പിന്നെ ഒരു ദാസ്യ അനുഭവത്തിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ஆனால் மற்ற நாடுகளிலே அவர்கள் அப்படியாக விடுதலை பெற்றாலும் அடிமைகளாக வாழ்கிறார்கள். എന്നാൽ കർത്താവ് നമ്മളെ എന്നേക്കുമായിട്ട് വീണ്ടെടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ஆனால் ஆண்டவரோ நம்மை சதாகாலங்களுக்கு மீட்டுக் கொண்டார். അതെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. முழுமையான சுயாதீனத்துக்கு நேராக ஆண்டவர் நம்மை கொண்டு வந்தார். അതെ, എന്നേക്കുമുള്ളതായ വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. என்றென்றைக்கும் உள்ள ஒரு மீட்பைத்தான் ஆண்டவர் நமக்கு தந்திருக்கிறார். അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊന്നും കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. அதற்காக நாமாக ஒன்றும் கொடுத்ததாக காண முடியவில்லை. ഞാനും നിങ്ങൾ ഒന്നും പ്രത്യേകമായിട്ട് തൂക്കി കൊടുത്തില്ല. நானும் நீங்களும் ஒன்றும் அதற்காக நிறுத்து கொடுக்கவில்லை. ആ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. தேவகுமாரன் தம்மை தாமே அதற்காக ஒப்பு கொடுத்தார். അതെ, അതിൽ നമ്മൾ അധികം നന്ദിയുള്ളവരായി തീരേണ്ടിയിരിക്കും. அதிலே நாம் மிகவும் நன்றியுள்ளவர்களாக இருக்க வேண்டும். അതെ, ഇനി 40 സംഗീതത്തിൽ വായിക്കുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴിചേറ്റിൽ നമ്മളെ വീണ്ടെടുത്തായിട്ട് നമ്മളെ വായിക്കുക. 40 சங்கீதத்திலே படிக்கும் பொழுது ஆழமான குழியிலே இருந்து முளையான சேற்றிலே இருந்து மீட்டுக் கொண்டார். அதை ഒന്ന് വായിക്കാം. பயங்கரமான குழியிலும் உளையான சேற்றிலும் இருந்து என்னை தூக்கி எடுத்து என் கால்களை கண்மலையின் மேல் நிறுத்தி என் அடிகளை உறுதிப்படுத்தி നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇവിടെ നാശകരമായ ഒരു കുഴിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. பயங்கரமான குழியை குறித்து நாம் இங்கே காண்கிறோம். അവിടെ ചേറ് മാത്രമേ ഉള്ളൂ നമ്മൾ വായിക്കുകയാണ്. அங்கே சேறு மட்டும்தான் இருக்கிறது. അതെ, ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറ്റേ കാല് താന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ஒரு காலை உயர்த்த முயற்சி பண்ணினால் மற்றே கால் தாழ்ந்து போகும். അവിടെ നിന്ന് കർത്താവ് നമ്മളെ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அங்கே இருந்து ஆண்டவர் நம்மை உயர்த்தி கொண்டு வந்ததை காணலாம். അതേ, ഈ ഭയങ്കരമായ കുഴിയിൽ കിടന്നവരായിരുന്നു നാം ഓരോരുത്തരുടെ കാര്യം ഓർപ്പിക്കുകയാണ്. நாம் ஒவ்வொருவரும் இப்படிப்பட்டதான பயங்கரமான குழியில் தான் இருந்தோம். അതേ, കുഴികളിൽ കിടക്കുന്നവരെ ഉദ്ധരിക്കേണ്ടതിനായിട്ട് കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. குழியில் கிடந்தவர்களை உயர்த்தி எடுக்கும்படியாக ஆண்டவராய் இயேசு இந்த உலகத்திலே வந்தார். നമ്മുടെ ഒരു പഴയ ഭാഷ ഇങ്ങനെ പ്രസംഗിച്ചതായിട്ട് ഞാൻ കേട്ടു. ஒரு பழைய பாஸ்டர் இப்படியாக பிரசங்கித்து கேட்டிருக்கிறேன். ഒരു മനുഷ്യൻ ഒരു വലിയ കുഴിയിൽ കിടക്കുകയാണ്. ஒரு மனிதன் ஒரு பெரிய குழியிலே கிடக்கிறான். അതെ, ചേറ്റിൽ കിടക്കുകയാണ്. அவன் சேற்றிலே அமிழ்ந்திருக்கிறான். അതെ, അട്ടയും പുഴുവും പാമ്പും എല്ലാം അവന്റെ ദേഹത്തിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകും. பலவிதமான புழுக்கள் பூச்சிகள் பாம்புகள் எல்லாம் அவனுடைய ശരീരത്തിലെ ஊர்ந்து போனது. പലരും ആ കുഴിയുടെ വാതിലുകൾ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അനേകർ இந்த കുഴിயின் വാസൽ വഴിயாக നടന്നു പോனார்கள். ഓരോരുത്തർ ഇങ്ങനെ നോക്കിയിട്ട് സാരോപദേശങ്ങൾ പറഞ്ഞിട്ട് പോവുക. എല്ലാവരും എട്ടി പാർത്ത് പലവിധமான புத்திமதிகளை சொல்லி கொடுத்தார்கள். അത് കേട്ടപ്പോൾ എനിക്ക് ചിന്തിപ്പാണ്ടൊക്കെ ഇവിടെയായി. അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിத்தேன். ഇപ്പോഴത്തെ ലോകം സാരോപദേശങ്ങളെല്ലാം പറയുന്നതായിട്ട് നമുക്ക് കാണാം. இன்றைய உலகம் பலவிதமான புத்திமதிகளை சொல்வதை காண முடியும். അതെ, കുഴിയിൽ കിടക്കുന്ന ആളുകളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സാരോപദേശങ്ങൾ പറഞ്ഞവർ മുൻപോട്ട് പോവുക. குழியிலே கிடங்களுக்கு தப்பித்துக் கொள்ளக்கூடியதான புத்திமதிகளை மட்டும் சொல்லிக் கொடுத்து விட்டு போகிறார்கள். ഒരാൾ പറയാണ് തമസ ജ്യോതിർഗമയ, അഥവാ വെളിച്ചം വരട്ടെ ഇരുൾ നീങ്ങി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ஒருவர் சொல்கிறார் தமசோமா ஜோதிர்கமயா, அந்த இருளிலிருந்து வெளிச்சத்துக்கு நீ வர வேண்டும். ഈ സാരോപദേശം പറഞ്ഞുകൊണ്ട് അവന് പ്രത്യേകമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. இந்த புத்திமதிகள் எல்லாம் சொன்னபடியினால் அவனுக்கு எந்த விதமான பிரயோஜனமும் இல்லை. ചിലർ പറയാണ് ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധൻ ശരണം ഗച്ഛാമി എന്ന് പറയുക. சிலர் இப்படியாக சொல்கிறார், ബുദ്ധനെ புத்தம் சரணம் கச்சாமி, சங்கம் சரணம் கச்சாமி.
ഓരോ കാര്യങ്ങളും ബുദ്ധനെ ആശ്രയിച്ചാലും ഇത് രക്ഷ കിട്ടുമെന്ന് പറയുകയാണ്. புத்தனிலே சார்ந்து கொண்டால் ரட்சிப்பை பெற முடியும். അത് ബുദ്ധമതത്തിൽ ചേർന്നാൽ രക്ഷ കിട്ടുമെന്ന് പറയുകയാണ്. புத்த மதத்திலே சேர்ந்தால் உனக்கு ரட்சிப்பு கிடைக்கும். അത് മാത്രമല്ല ദാനങ്ങൾ ചെയ്താൽ രക്ഷ കിട്ടുമെന്ന് അവർ പറയുകയാണ്. ദാനങ്ങൾ ചെയ്താൽ, தானங்கள் ஈவுகளை கொடுத்தால் ரட்சிப்பு பெற முடியும். ഈ മനുഷ്യൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ஆனால் இந்த மனிதனுக்கு அதனாலே பிரயோஜனமில்லை. അതെ, അവന് പ്രത്യേകമായ രീതിയിൽ ആ പുഴുക്കളെ എല്ലാം ഇങ്ങനെ നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. அவன் தன்னுடைய சரீரத்தை பற்றி கொண்டதான புழுக்கள் எல்லாம் எடுத்து வெளியே போட முயற்சி பண்ணுகிறான். സാരോപദേശങ്ങൾ കൊണ്ട് അവനൊരു പ്രയോജനം വരുന്നതായിട്ട് കാണുന്നില്ല. இந்த புத்திமதிகள் சொல்கிறபடினால் அவனுக்கு எந்த விதமான பிரயோஜனமும் இல்லை. ആ കുഴികളിൽ കിടക്കുന്ന മനുഷ്യനെ ഉദ്ധരിക്കുന്നതായ ഒരു പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ஆனால் அந்த മനുഷ്യനെ അങ്ങിருந்து மீட்டுக் கொள்ளும் வேலையை காண்கிறோம். അതാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ചെയ്തത് നമുക്ക് കാണാൻ இதுதான் இயேசு இந்த உலகத்தில் வந்து செய்தார். ആ ഉദ്ധാരണ പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കേണ്ടിയിരിക്കുകയാണ്. அந்த மீட்பின் கிரியைத்தான் ஆண்டவர் செய்தார். അതെ, ആ കുഴിയിലേക്ക് അവൻ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശുദാമേ அந்த குழிக்குள்ளாக இறங்கினார். അതെ, അങ്ങനെ നമ്മളെ എടുത്ത് ഉയർത്തി ഉയരത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அப்படியாக நம்மை எடுத்து உயர்த்தி உன்னதங்களிலே கொண்டு போனார். അതെ, ക്രിസ്തുയേശുള്ളതായ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. கிறிஸ்து இயேசுவின் மூலமாக கிடைக்கும் ரட்சிப்புக்குள்ளே நம்மை கொண்டு வந்தார். അതെ, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായ സ്ഥാനത്തെ കൊണ്ടുവന്നത്. அப்படிதான் நாம் ஒவ்வொருவரும் இந்த உன்னத ஸ்தானங்களிலே வந்தோம். അതെ, അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നെ ഒരു പാറമേൽ നിർത്തി നമ്മൾ വായിക്കുകയാണ്. அவர் கால்களை கண்மையிலே நிறுத்தி அடிகளை உறுதிப்படுத்தினார். അതെ, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മൾ വായിക്കുകയാണ്. நம்முடைய அடிகளை எல்லாம் உறுதிப்படுத்தினார். അതെ, നമ്മൾ എങ്ങോട്ട് പോകണമെന്നുള്ളതായ കർത്താവ് ചൂണ്ടിക്കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ நாம் സാധിക്കും. எங்கே போக வேண்டும் என்று ஆண்டவர் சுட்டிக்காட்டுகிறார். ആ കർത്താവായ യേശുക്രിസ്തു എന്ന പാറമേൽ നമ്മുടെ കാലുകളെ നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. கர்த்தராகிய இயேசு கிறிஸ்துவின் கண்மலையின் மேல் நம்முடைய கால்களை நிறுத்தினார். അത് അവനെ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. அவர் நம்முடைய அடிகளை உறுதிப்படுத்தினார். അതാണ് നമ്മുടെ പാട്ടെന്ന സങ്കീർത്തനക്കാരൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. அதுவே நம்முடைய பாடல் என்பதையும் சங்கீதக்காரன் சொல்கிறார். അതെ, എന്റെ വായിൽ പുതിയ പാട്ട് തന്നു എന്ന് വായിക്കുക. அவரின் வாயிலே புது பாட்டை கொடுத்தார். ആ രക്ഷയുടെ പാട്ട് അവർ പാടുന്നതായിട്ട് നമുക്ക് കാണാം. அவர்கள் ரட்சிப்பின் பாடல்களை பாடுவதை காணலாம். അതെ, രക്ഷ എന്ന് പറയുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அங்கே ரட்சிப்பை ஒரு அனுபவமாக காண முடியும். ഇപ്പോൾ പുതിയ പുതിയ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അനുഭവം കാണാതെ നമ്മൾ പാടുന്നതായിട്ട് നമുക്ക് കാണാം. சில வேளை இப்பொழுது புதிய பாடல்கள் இருந்தாலும் அனுபவம் இல்லாமலே பாடுவதை காண முடியும். പണ്ടങ്ങനെയൊക്കെ അനേകര് പ്രാർത്ഥിച്ച് പല പാട്ടുകളെല്ലാം എഴുതിയിട്ടുണ്ട്. காலங்களிலே அநேகர் ஜெபித்து பல பாடல்களை எழுதியிருக்கிறார்கள். അതെ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ അവിടെ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് പാടുന്നതായ പാട്ടുകൾ നമ്മുടെ പാഠ്യപുസ്തകത്തിലുണ്ട്. அவர்கள் உபவசித்து ஜெபித்து பாடின ரட்சிப்பின் பாடல்கள் நம்முடைய புத்தகங்களிலே உண்டு. ആ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. அந்த பாடல்கள் எனக்கு மிகவும் பிரியமானவைகள். ആ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് അവർ പാടിയ പാട്ടുകളെല്ലാം അതിനകത്ത് എഴുതിയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. அந்த ரட்சிப்பின் பாடல்கள் அவர்கள் எழுதியிருப்பதை காண முடியும். ആ രക്ഷയുടെ ഒരു അനുഭവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. அந்த ரட்சிப்பை ஒரு அனுபவமாகவே காணலாம். അതെ, അവന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. நம்முடைய கால்களை கண்மலையின் மேல் நிறுத்தினார் என்பதை மறக்க கூடாது. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാം. ஆண்டவர் அந்த ரட்சிப்பின் அனுபவத்திலே நம்மை கொண்டு வந்ததையும் അതെ, காணலாம். ഒരു സമയത്ത് നമ്മൾ എവിടെയായിരുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുക. ஒரு காலத்திலே நாம் எங்கேதான் இருந்தோம். അതെ, കുഴിയിൽ വീണതായ ഒരു ആനയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അഭ്യാസമുള്ളതായ വേറൊരു ആനയെ കൊണ്ടുവരേണ്ടിയിരിക്കും. குழியிலே ஒரு யானை விழுந்தால் நல்ல பயிற்சி செய்துதான் ஒரு யானை தான் வர வேண்டும். അത് പ്രത്യേകമായ രീതിയിൽ അതിന്റെ പുറത്തെ കാലുറപ്പിച്ച് നിർത്തിയിട്ടാണ് മറ്റേ ആനയെ ഉദ്ധരിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. அது விசேஷித்த விதத்திலே அதை பிடித்து நின்று கொண்டுதான் இந்த யானையை மீட்டுக் கொள்ளும் என்பதை குறித்து கேட்டிருக்கிறேன். അതെ, അതുപോലെ കർത്താവ് നമ്മളെ ഇപ്പോൾ ആ ഭയങ്കരമായ സ്ഥാനത്ത് നമ്മളെ ഉദ്ധരിച്ച് പ്രത്യേക സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. அப்படியாக ஆண்டவர் அந்த பயங்கரமான இடத்திலிருந்து நம்மை மீட்டு உன்னதமான இடத்திலே நிற்க செய்திருக்கிறார். ആ വചനപ്രകാരം ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. இந்த வசனத்தின்படி ஆண்டவர் நம்மை விடுதலையாக்கினார். ഇനി അപ്പോസ്തലൻ പറയുന്നു, ഈ മരണകരമായ ശരീരത്തിൽ തന്നെ ആ വിടുവിക്കുന്നു. அப்போஸ்தலன் கேட்கிறார், இந்த மரணத்துக்கு ஏதுவான சரீரத்தை யார் என்னை விடுதலையாக்குவார்? ആ വാക്യം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ മരണകരമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് വായിക്കും. ரோமருக்கு எழுதின நிருபத்திலே படிக்கிறோம், இந்த மரணத்துக்கு ஏதுவான சரீரத்தில் என்று யார் என்னை விடுதலையாக்குவார்? 7:24. நிர்பந்தமான மனுஷன் நான், இந்த மரண சரீரத்தினின்று யார் என்னை விடுதலையாக்குவார்? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അത് ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് പറയുകയാണ്. ஐயோ, நான் நிர்பந்தமான மனுஷன், இந்த மரண சரீரத்தின்
നിന്ന് എന്നെ യാർ വിടുതലയാക്കുമാർ? അതെ, ഞാൻ പാപത്തിനും മരണത്തിനും ദാസനായിരുന്നു എന്ന് താൻ സ്വയം സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പാപத்துக்கும் மரணத்துக்கும் ஊழியம் செய்தேன் என்று அவர் ஒத்துக்கொள்வதை காண முடியும். അതേ, തന്റെ അവസ്ഥയെക്കുറിച്ച് താൻ പ്രത്യേകമായിട്ട് അറിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. தன்னுடைய நிலவரத்தை குறித்து அவர் நன்கு விளங்கியிருந்தார். ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഞാൻ പാപத்துக்கு ஊழியம் செய்யும்படியாக விற்கப்பட்டேன். താൻ നല്ലവണ്ണം പഠിപ്പുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. அவர் நல்ல കൽവി അറിവുള്ള നബർ. താനൊരു ധനവാനായിരുന്നു നമ്മൾ വായിക്കുക. അവർ നല്ലൊരു ഐശ്വര്യവാൻ. എന്നാൽ താൻ സ്വയം പറയുകയാണ്, ഈ മരണകരമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് വായിക്കുകയാണ്. ஆனால் அவரே சொல்கிறார், இந்த மரண சரீரத்தின் என்னை யார் விடுதலையாக்குவார்? അതേ, കർത്താവ് യേശു ക്രിസ്തു മൂലം വിടുതലെന്ന് നമ്മൾ വായിക്കുക. ஆண்டவராய் இயேசு விடுதலை தருகிறார். ആ വിടുതലിന്റെ അനുഭവമാണ് കർത്താവ് ഇപ്പോൾ തന്നിരിക്കുന്ന ഓർക്കേണ്ടിരിക്കുക. அந்த விடுதலின் அனுபவத்தை இயேசு தந்தார் என்பதை நினைவில் கொள்ள வேண்டும். അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. அதற்காக தேவன் நம்மை அழைத்திருக்கிறார். ദൈവനാമത്തിന് മഹത്വം, தேவநாமத்துக்கு மகிமை. ആ നാശകരമായ അനുഭവത്തിന് കർത്താവ് നമ്മളെ വിടുവിച്ച് പ്രത്യേകമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ அந்த കൊണ്ടുവന്നിരിക്കുക. பயங்கரமான அழிவின் குழியிலே இருந்து ஆண்டவர் நம்மை விடுவித்து இந்த விசேஷமான அனுபவத்திலே கொண்டு வந்தார். ആ മരണത്തിന്റെ വിഷത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. மரணத்தின் விஷத்திலே இருந்து ஆண்டவர் நம்மை விடுவித்தார். ആ ദുരുപദേശത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാം. தவறான உபதேசங்களிலே இருந்து ஆண்டவர் விடுதலையாக்கினார். ആ നിത്യമരണത്തിൽ നമ്മളെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. நித்தியமான மரணத்தின் ஆண்டவர் நம்மை விடுதலையாக்கினார். നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷാംശം കർത്താവ് നീക്കിയതായിട്ട് നമുക്ക് കാണാം. நம்முடைய சரீரத்தில் இருந்ததான எல்லா விஷமான பகுதிகளையும் ஆண்டவர் நீக்கிவிட்டார். അതെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിശയുടെ കാലത്ത് ഒരു പായസം വെച്ചതായിട്ട് നമ്മൾ വായിക്കുകയാണ്. எலிசாவின் நாட்களிலே அவர்கள் கூழை காய்ச்சினதாக நாம் காண முடிகிறது. 2 രാജാക്കന്മാർ 4 നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ കലം അടുപ്പത്ത് വെച്ച് പായസം വെച്ചതായിട്ട് നമ്മൾ വായിക്കും. 2 ராஜாக்கள் 4ஆம் அதிகாரத்திலே படிக்கும் பொழுது ஒரு பெரிய பானையை அவர்கள் அடுப்பிலே வைத்தார்கள். അതെ, പായസം നല്ലതാണ്, കലം നല്ലതാണ്. கூழ் நல்லதுதான், பானை நல்லதுதான். എന്നാൽ ഒരാളൊരു പേശ്വര വാരിസാനത്തിൽ കൊണ്ടിട്ടതായിട്ട് നമ്മൾ ஆனால் ஒரு நபர் சில விஷச்செடிகளை அதிலே கொண்டு வந்து போட்டதை காண முடியும். ആ വാക്യം ഒന്ന് വായിക്കാമോ? 4:38. ஒருவன் கீரைகளை பறிக்க வெளியிலே போய் ஒரு பேய் கொம்மட்டி கொடியை கண்டு அதன் காய்களை மடி நிறைய அறுத்து வந்து அவைகளை அறிந்து கூழ் பானையிலே போட்டான். அது இன்னதென்று அவர்களுக்கு தெரியாதிருந்தது. சாப்பிட அதை ஜனங்களுக்கு வார்த்தார்கள். அவர்கள் அந்த கூழில் எடுத்து சாப்பிடுகிற போது அதை சாப்பிடக்கூடாமல், தேவனுடைய மனுஷனே, பானையில் சாவு இருக்கிறது என்று சத்தமிட்டார்கள். അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണമെന്ന് പറഞ്ഞു. ഇത്രമാത്രമേ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. இவ்வளவுதான் வாசிக்க விரும்புகிறேன். പിന്നാലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. அதை தொடர்ந்து பல காரியங்களை காண முடியும். പായസം നല്ലതാണ്, കലവും നല്ലതാണ്. கூழ் நல்லதுதான், பானை நல்லதுதான். എന്നാൽ അവിടെ ഒരു മരണം സംഭവിച്ചതായിട്ട് നമുക്ക്. ஆனால் அங்கே ஒரு சாவு வந்திருக்கிறது. അവൻ ഒരു പേച്ചുര പറിച്ചുകൊണ്ടുവന്ന് അതിലിട്ടതായിട്ട് നമ്മൾ ஒரு பேய் கொம்மட்டி கொடியை கொண்டு வந்து அதிலே போட்டார்கள். അതെ, അവൻ അറിയാതെ ആ കലത്തിൽ ഇട്ടതായിട്ട് നമ്മൾ വായിക്കും. தெரியாமல் அதை அந்த பானையிலே போட்டான். ആ പായസം കുടിച്ചവരെല്ലാം നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ அந்த സാധിക്കും. கூழை சாப்பிட்டவர்கள் எல்லாம் சத்தமிடுகிறார்கள். അത് അപ്പോസ്തലൻ നിലവിളിക്കുന്ന പോലെ മരണകരമായ ശരീരത്തിൽ തന്നെ ആ വിടുവിക്കുമെന്ന് അവർ പറയുകയാണ്. அந்த அப்போஸ்தலன் இப்படித்தான் சத்தமிடுகிறார், இந்த மரண சரீரத்தின் என்னை யார் விடுதலையாக்குவார்? അതെ, ആ പായസത്തിലെല്ലാം വിഷം കലർന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. அந்த கூழிலே விஷம் கலந்து விட்டது. അതിനു വേണ്ടി പ്രവാചകൻ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. அதற்காக தீர்க்கதரிசி சில காரியங்களை செய்வதை காணலாம். അതിന്റെ ഉദ്ധാരണത്തിനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. அதிலே இருந்து மீட்டுக்கொள்ள சில காரியங்களை சொல்லிக் கொடுக்கிறார். അതേ, നിങ്ങൾ മാവ് കൊണ്ടുവരിക എന്ന് പറയുക. நீங்கள் மாவை கொண்டு வாருங்கள். അതേ, മാവ് കലത്തിലിട്ടപ്പോൾ അതിന്റെ വിഷാംശം നീങ്ങിയതായിട്ട് നമുക്ക് കാണാം. அதை பானையில் போட்ட பொழுது அந்த விஷம் மாற்றப்பட்டது.
അതേ ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. പിന്നീട് അത് നല്ലതായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அதற்கு பின்பு அது நல்லதாக மாறிவிட்டது. അതേ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് ചില ഉദ്ധാരണ പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമുക്ക് കാണാം. நம்முடைய பாவத்திலிருந்து விடுதலையாக்க ஆண்டவர் சில மீட்பின் கிரியை செய்கிறார். അവൻ ഒരു നേരിയ മാവായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அவர் ஒரு நல்ல மெல்லிய மாவாக மாறினார். അതേ യെശയ്യാപ്രവചനത്തിന്റെ 53 വായിക്കുമ്പോൾ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നതായിട്ട് നമ്മൾ ஏசாயா 53 அதிகாரத்திலே காண்கிறோம், அவர் தழும்புகளாலே குணமானோ. അത് യേശു ക്രിസ്തു അതേ കാൽവരി ക്രൂസിൽ മരിച്ചതിനെ കുറിച്ചുള്ളതായ കാര്യം കൂടി നമുക്കത് കാണുവാൻ സാധിക്കും. இயேசுவின் கல்வாரி சிலுவை மரணத்தை நாம் அதிலே காண்கிறோம். അത് മരണത്തിന്റെ അധീരാരത്തിൽ നമ്മളെ വിടുവിച്ചത് മാത്രമല്ല, മരണത്തിന്റെ വിഷം നമ്മിൽ നിന്ന് നീക്കിയെടുത്തായിട്ട് നമ്മൾ വായിക്കുകയാണ്. மரணத்தின் அதிகாரத்திலிருந்து நம்மை விடுதலையாக்கினது மட்டுமில்லாமல் மரணத்தின் தோஷம், அந்த விஷம் நீக்கப்பட்டது. അത് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു നമ്മൾ വായിക്കുകയാണ്. ஒரே மனிதனாலே பாவமும் பாவத்தினாலே மரணமும் உலகத்திலே பிரவேசித்தது. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ അതേ മരണവും ലോകത്തിൽ വന്നു നമ്മൾ ആദിയാമത്തിലിരുന്ന് വിളങ്ങിக் കൊള്ളലാമേ, ഒരേ മനിതനാലെ പാപവും പാപത്തിനാൽ മരണവും ഉലകത്തിലെ വന്നത്. മരണകരമായ അനുഭവത്തിൽ ജീവിക്കുന്ന ലോകത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. இந்த மரணத்தின் அனுபவத்திலே வாழ்கிற உலகத்தை தான் இன்றைக்கு காண முடியும். അതേ കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ஆண்டவர் நம்மை அதிலே இருந்தெல்லாம் மீட்டுக் கொண்டதை காணலாம். ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. ഇപ്പോഴത്തെ പൊങ്കാല എന്ന് പറയുന്നത് ഇപ്പോൾ അനേകർ വഴിവെക്കലെല്ലാം പായസം വെക്കുന്ന ചില കർമ്മങ്ങൾ കൂടിയാണെന്നുള്ള കാര്യം இந்த ഓർപ്പിക്കുക. பொங்காலா நடக்கிற வேளையிலே வழியிலே இருந்து அநேகர் இப்படிப்பட்டதான கூழ் காய்ச்சுவதை காண முடியும். അതെ, ആകാശരാജിക്ക് പായസം വെക്കുന്ന ചില ഉത്സവങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. வானராக்கினிக்கு கூழ் காய்ச்சுகிறதான சில பண்டிகைகள் உலகத்திலே உண்டு. അത് പഴയ പാരമ്പര്യത്തിൽ നിന്നുളവാകുന്ന ചില പ്രത്യേകമായ കാര്യമാണ്. பழைய பாரம்பரியத்திலிருந்து வந்ததான சில காரியங்கள் தான். ഇപ്പോൾ മലിന ഉപദേശത്താൽ അതേ ലോകം ഇന്ന് വഷളായി തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. இன்றைக்கு உலகம் தீட்டான உபதேசங்களினாலே கெட்டுப்போய் கொண்டிருக்கிறது. അതേ, സർദീസിലെ സഭയിലൊക്കെ പ്രത്യേകമായ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. சார்தை சபையிலே சில ஆச்சாரங்கள் இருந்தது. ആകാശരാജിക്ക് അപ്പം ചുടുക, ആകാശരാജിക്ക് പായസം വെക്കുക എന്നുള്ള ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. வானராக்கினிக்காக பணியாரம் சுட்டார்கள், அவர் கூழ் காய்ச்சினார்கள். അത് ഇപ്പോഴും ഈ ഇന്ത്യയിലും തിരുവനന്തപുരത്ത് അധികമായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. இந்தியாவிலே உண்டு, திருவனந்தபுரத்திலே ஏராளமாக இருக்கிறதை நமக்கு தெரியும். ആ പൊങ്കാല എന്ന് പറയുന്ന ആകാശരാജിക്ക് പായസം വെക്കുന്ന ഒരു പ്രത്യേകമായ കാര്യം കൂടിയാണ്. பொங்காலா என்று சொல்லி வானராக்கினிக்கு கூழ் காய்ச்சுகிறார்கள். എന്നാൽ ഈ ദുരാചാരം എന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. ஆனால் ஆண்டவர் இப்படிப்பட்டதான ஆச்சாரங்களில் இருந்து நம்மை விடுதலையாக்கினார். ആ വിഷ ഉപദേശത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. அந்த விஷத்தன்மையான உபதேசத்திலிருந்து விடுதலையாக்கினார். ഒരു പൊങ്കാലയുടെ സമയത്ത് ഞാൻ ഒരു പ്രത്യേകമായ യാത്ര ചെയ്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. இப்படிப்பட்டதான ஒரு பண்டிகை வேளையிலே நான் பயணம் செய்து போனேன். അഞ്ചലിരിക്കുന്ന ആ സമയത്തായിരുന്നു. நான் அஞ்சலில் இருக்கும் பொழுது അല്ല പുനലൂരിരിക്കുന്ന സമയത്തായിരുന്നു. நான் புனலூரிலே இருக்கும் பொழுது ആ പ്രൈവറ്റിൽ വണ്ടിയിൽ വന്നതായ സമയത്ത് ഒരുപാട് കലങ്ങളെല്ലാം ഇങ്ങനെ ബസ്സിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. பிரைவேட் பஸ்ஸிலே போகும்பொழுது நிறைய பானைகள் இந்த பஸ்ஸிலே நிரப்பி வைத்திருக்கிறார்கள். ആ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ളതായ കലങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. இந்த பொங்காலாவுக்கு தேவையான பானைகள் எல்லாம் வாங்கி அது முன்னே வைத்திருக்கிறார்கள். അപ്പോൾ വലിയ തിരക്ക് കൂടിയായിരുന്നു. அப்பொழுது பயங்கரமான ஆட்கூட்டம். പുനലൂരുള്ളതായ സ്ഥലം, ഇറങ്ങേണ്ട സ്ഥലം ചെമ്മന്തൂർ മുക്കെന്നായിരുന്നു. പുനലൂരിലെ ഇറങ്ങ വേണ്ടിയതാണ് ഇടം ചെമ്മന്തൂർ മുക്ക്. എന്നാൽ അവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് സ്ഥലം പേര് മറന്നു. ഞാൻ ചമ്മന്തി മുക്കെന്ന് ഏതാണ്ട് പറയും, ഏതാണ്ടൊരു വാക്ക് പറഞ്ഞു. വല്ല വിധത്തിലും ഒരാളിൽ ഞാൻ ചമ്മന്തി ആയിപ്പോയി. ഭയങ്കര തിരക്കുമായിരുന്നു. ചെമ്മന്തൂർ മുക്ക് എന്ന് சொல்வதை ഞാൻ മറന്ന് ചമ്മന്തി മുക്ക് എന്ന് சொல்லிவிட்டேன். എങ്കിലും കണ്ടക്ടർക്ക് അത് മനസ്സിലായി. കാരണം അവിടെ പൊങ്കാലക്കലയും പിന്നെ കോളേജ് പിള്ളേരും എല്ലാം കൂടെ വലിയ തിരക്കായിരുന്നു. கண்டக்டர் என்னுடைய நிலவரத்தை நிலைமை புரிந்து கொண்டார். அங்கே பானையும் மற்ற விதமான ഞാൻ വല്ല വിധത്തിലും ചമ്മന്തി മുക്കിൽ അങ്ങ് ഇറങ്ങി. நான் எப்படியோ இந்த சம்மந்தி முக்கிலே இறங்கி விட்டேன். ഇറങ്ങിയ സമയത്ത് സഹോദരിമാരും ഉണ്ടായിരുന്നു. கூட சகோதரிகள் இருந்தார்கள். ചിലരെല്ലാം ഇറങ്ങി വരുന്നില്ല. മദറും സഹോദരിയും ഉണ്ടായിരുന്നു. സഹോദരി മാത്രം ഇറങ്ങി. மதரும் சகோதரி இருந்துவிட்டு சகோதரி மட்டும்தான் இறங்கி வந்தார்கள். മദർ ഇറങ്ങി വരുന്നില്ല. കണ്ടക്ടർ ഡബിൾ ബെൽ അടിക്കാൻ എളുപ്പം ഇറങ്ങുമെന്ന് പറയുകയാണ്. அப்பொழுது இந்த மதர் வராதபடினாலே கண்டக்டர் டபுள் பெல் அடித்து சீக்கிரமாக இறங்குங்கள் என்று சொன்னார். അപ്പം മദർ വിളിച്ചു അകത്ത് പറഞ്ഞു, സാറെ ഒന്ന് നിർത്തണ്ട, എൻ്റെ കാല് രണ്ടും കലത്തിലായിപ്പോയെന്ന് പറഞ്ഞു. மதர் சொன்னார்கள், சார் கொஞ்சம் நிப்பாட்டுங்கள், என் கால்கள் இரண்டும் பானைக்குள்ளே இருக்கிறது. എൻ്റെ കാല് രണ്ടും പൊങ്കാലക്കലത്തിലായെന്ന് പറഞ്ഞു.
கால் இரண்டும் பொங்கால பானைக்குள்ளே இருந்தது. പിന്നെ എല്ലാവരുടെ പൂങ്കാലക്കലത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങി. எப்படியோ காலை இழுத்துக்கொண்டு அவர்கள் கீழே இறங்கினார்கள். അപ്പോൾ ഇതുപോലെ അനേകരുടെ കാല് മാത്രമല്ല ശരീരം മൊത്തം ഈ ദുരുപദേശത്തിൽ മുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. அநேகருடைய கால்கள் மட்டுமல்ல, அவர்கள் வாழ்க்கை சரீரம் முழுவதுமாகவே தவறான உபதேசத்திலே சிக்கி இருக்கிறது. ഈ വിഷപരമായ ഉപദേശത്തിൽ മുങ്ങിക്കിടക്കുന്ന ലോകത്തെ നമ്മൾ രക്ഷിക്കേണ്ടിയിരിക്കുകയാണ്. இந்த விஷமான உலகத்திலே உபதேசத்திலே சிக்கி இருக்கிற உலகத்தை நாம் மீட்டுக் கொள்ள வேண்டும். അത് എല്ലാം പറയാനുള്ള സമയമില്ല. വിഷലിപ്തമായ ഉപദേശങ്ങൾ ലോകത്തിലെ പെരുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് எல்லாம் சொல்ல நேரமில்லை. விஷம் கலந்த உலகத்திலே தான் நாம் வாழ்ந்து கொண்டிருக்கிறோம். അതെ, അതിൽ നിന്നെല്ലാം കർത്താവിനുള്ള വിടുവിച്ചിരിക്കുകയാണ്. ஆண்டவர் நம்மை அதிலே இருந்து மீட்டுக் கொண்டார். അതെ, ഇപ്പോൾ ലോകം തന്നെ ഏകലോക മതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. இப்பொழுது இந்த உலகம் ஒரே உலக மதத்துக்கு நேராக வருகிறது. ഒരു ഭരണം, ഒരു ഉപദേശം, ഒരു ജാതി, ഒരു സംഘം എന്നുള്ള രീതിയിലേക്ക് ലോകം വരാനായിട്ട് പോകും. ഒരേ ആட்சி, ഒരേ ഉപദേശം, ഒരേ ജാതി, ഒരേ കൂട്ടം, ഒരേ മതം. അതിനുവേണ്ടിയുള്ളതായ ഗൂഢാലോചനകൾ ലോകത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அதற்கான சதித்திட்டங்கள் உலகத்திலே நடக்கிறதை காணலாம். അതിൽ അനേകർ അകപ്പെട്ടു പോകുവാനായിട്ട് പോവുകയാണ്. അനേകർ അതിലെ സിക്കിക്കൊള്ളப் പോകുகிறார்கள். ഈയിടെയായ ഒരു വാർത്ത കൂടെ 2027 ആകുമ്പോഴത്തേക്ക് ഈ ലോകത്തിൽ ഏകലോക ഭരണത്തിന് വേണ്ടി കൂടിയാലോചനകൾ നടക്കാനായിട്ട് പോവുകയാണ്. நான் இப்படியாக கேட்டேன். 2027 ஆண்டுக்குள்ளாக இந்த உலகத்திலே ஒரே நபரின் ஆட்சி வரும்படியான ஆலோசனைகள் நடக்கப் போகிறது. അത് വത്തിക്കാനും മാത്രമല്ല മറ്റുള്ളതായ ഭരണകൂടങ്ങൾ ഒന്നിച്ച് ഒരു ഭരണകൂടം നിയമിക്കപ്പെടാനായിട്ട് പോവുകയാണ്. വത്തിക്കാനും മറ്റു പലരും சேர்ந்து அவர்கள் ஒரே ஆட்சியை உண்டாக்கப் போகிறார்கள். യൂറോപ്യൻ യൂണിയന്റെ അവസാനത്തെ ആ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനിன் கடைசி கான்ஃபரன்ஸிலே அவர்கள் இப்படியாக தீர்மானித்தார்கள். ഒരു പ്രസിഡന്റും ഒരു മന്ത്രിയും മാത്രം ലോകത്തിൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായം. இந்த உலகத்துக்கு ஒரே பிரசிடென்டும் ஒரே பிரைம் மினிஸ்டரும் போதும். അതിലേക്ക് ലോകം ഇന്ന് വഴുതി മാറുവാനായിട്ട് പോവുകയാണ്. உலகம் இன்றைக்கு அதற்கு நேராக திரும்பிக் கொண்டிருக்கிறது. അതെ, ഇപ്പോൾ ലോകം ഒരു ദുരുപദേശത്തിന്റെ അടിമയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. இன்றைக்கு உலகம் துருபதேசத்தின் அடிமைத்தனத்துக்குள்ளாக போகிறது. അതെ, സാത്താന്റെ ലോകത്തിലേക്ക് ലോകം അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. சாத்தானின் உலகத்துக்கு நேராக இந்த உலகம் சென்று கொண்டிருப்பதை காண முடியும். അതെ, ഈ കലത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. நீங்களும் இந்த பானையிலே சிக்கிக்கொள்ள வேண்டாம். അതെ, അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. நாம் அதிலே இருந்து விடுதலை பெற வேண்டும். അതിൽ നിന്ന് സത്യോപദേശത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുകയാണ്. நாம் அதை விட்டு சத்தியமான உபதேசத்துக்கு நேராக வர ആ வேண்டும். സത്യോപദേശം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് അപ്പോസ്തലന്മാർ ഉപദേശിക്കപ്പെട്ടതായ സത്യ ഉപദേശം എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. സത്യ ഉപദേശം என்னவென்றால் അപ്പോസ്തലர்கள் ബോധിத்த ഉപദേശം தான் സത്യ ഉപദേശം. ആ കർത്താവിന്റെ സഭയിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുകയാണ്. அந்த கர்த்தருடைய சபைக்கு நேராக நாம் வர வேண்டும். അത് രക്ഷാനിർണയം പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. രക്ഷിപ്പിൻ നിശ്ചയത്തെ பெற வேண்டும். ആ സ്നാനത്താൽ അവനോട് കൂടി നമ്മൾ അടക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിനാലെ അവരോട് കൂടെ അടക്കം பண்ணப்பட வேண்டும். ആ പരിശുദ്ധാത്മന്റെ ശക്തി അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. പരിശുദ്ധാവിൻ വല്ലമയിൻ അഭിഷേകത്തെ പെற வேண்டும். അങ്ങനെ അഭിഷേകം പ്രാപിച്ചതായ ദൈവമക്കൾക്ക് ഒരു ഉദ്ധാരണം ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. அப்படியாக அபிஷேகம் பெற்ற தேவ பிள்ளைகளுக்கு ஒரு மீட்புண்டு. അതേ, ദൈവത്തിൽ വായിക്കുന്ന സർവ്വ സൃഷ്ടികൾ ഈറ്റുന്നതോടെ ഞരങ്ങുന്നുവെന്ന് നമ്മൾ വായിക്കുകയാണ്. நாம் தேவனுடைய வசனத்திலே படிக்கிறோம், எல்லா சிருஷ்டிகளும் அது பிள்ளை பெற ஏங்கி தவிக்கிறது. അതെ, ആത്മാവെന്ന് ആദ്യകാലം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിന് വിടുപ്പായ പുത്രത്വന്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നുവെന്ന് വായിക്കുക. ஆவியின் முதற் பலனை பெற்ற நாம் நம்முடைய சரீர மீட்புக்காக ஏங்கி தவிக்கிறோம். അത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അത് ആത്മീയ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന്റെ അവസാന വാക്ക് ശരീര രൂപാന്തരം എന്നുള്ള കാര്യം நான் முன்னமே சொன்னேனே, ஆவிக்குரிய இஸ்ரவேலின் மீட்பின் கடைசி வார்த்தை என்னவென்றால் சரீர மறுரூபமாகுதல். അതെ, അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. அதற்காக நாம் ஆயத்தப்பட வேண்டும். നമ്മുടെ പ്രത്യാശ അതാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அதுவே நம்முடைய நம்பிக்கை. ദൈവനാമത്തിന് മഹത്വം, தேவநாமத்துக்கு மகிமை. ആ ഉത്ഥാനത്തിന് വേണ്ടി എത്ര പേര് ഈ നാളുകൾ ഒരുങ്ങുന്നുണ്ട്? அந்த மீட்பை அடையும்படியாக எத்தனை பேர் இந்த நாட்களிலே ஆயத்தமாகிறீர்கள்? അതെ, റോമാലേഖനത്തിൽ ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ரோமன் 20 அந்த வசனத்தை படிக்கலாம். 8:22 ஆகையால் நமக்கு தெரிந்திருக்கிறபடி இதுவரைக்கும் சர்வ சிருஷ்டியும் ஏகமாய் தவித்து பிரசவ வேதனைப்படுகிறது. அதுவும் அல்லாமல் ஆவியின் முதற் பலன்களை பெற்ற நாமும் கூட நம்முடைய சரீர மீட்பாகிய புத்திர சுவிகாரம் வருகிறதற்கு காத்திருந்து நமக்குள்ளே தவிக்கிறோம்.
സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. இதுவே நம்முடைய நம்பிக்கை. അതെ, നമുക്കൊരു ഞരക്കം ഉണ്ടാകേണ്ടിയിരിക്കുക. நாம் ஏங்கி தவிக்க வேண்டும். ആ രൂപാന്തരത്തിന് വേണ്ടി നമുക്കൊരു പ്രത്യേകമായ ഞരക്കം ഉണ്ടാകേണ്ടിയിരിക്കുക. மறுரூபத்தை பெற நாம் ஏங்கி தவிக்க வேண்டும். അതേ, കൂടാരമാകുന്ന ഭവനം അഴിഞ്ഞു പോയ കൈപ്പണിയല്ലാതെ നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട്. கூடாரமான பூமிக்குரிய வீடு அழிந்து போனாலும் நீ கைவேலையில்லாத ஒரு நித்தியமான கட்டிடம் நமக்குண்டு. ആ തേജസ്സിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുക. அந்த மகிமை ஆளுகையை பெற ஆயத்தப்பட வேண்டும். അതിനുവേണ്ടി ഈ പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുക. அதற்காக இந்த பகல் வேளையிலே நாம் நம்மை ஒப்பு கொடுக்க வேண்டும். ഇനിയും വീണ്ടും ഞാൻ ഓർപ്പിച്ചുകൊല്ലോ അശ്വരീയ ഇസ്രായേലിന്റെ ഉദ്ധാരണം എന്ന് ഞാൻ മുന്നമേ சொன்னேனே, எழுத்தின்படியான இஸ்ரவேலின் மீட்பு. ഇപ്പോൾ ആത്മീയ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന്റെ അവസാന വാക്കാണ് ഞാൻ പറഞ്ഞത്. ஆவிக்குரிய இஸ்ரவேலின் மீட்பின் கடைசி காரியம் தான் இப்பொழுது சொன்னேன். അക്ഷരീയ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഇന്ന് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ஆனால் எழுத்திற்குரிய இஸ்ரவேல் தங்களுடைய மீட்புக்காக முயன்று கொண்டிருக்கிறார்கள். അതേ, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ ദാവീദിന്റെ വീട് പോയ കൂടാരത്തിന്റെ ഉദ്ധാരണം എന്ന് നമ്മൾ വായിക്കുക. அப்போஸ்தலர் நடவடிக்கையிலே நாம் படிக்கும் பொழுது விழுந்து போனதான தாவீதின் கூடாரங்களை உத்தரிக்கும்படியாக അതിനുവേണ്ടി അവർ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அதற்காக அவர்கள் இப்பொழுது முயற்சி செய்கிறார்கள். അത് 1000 ആണ്ട് വാഴ്ചയുടെ അനുഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. அது 1000 வருட அரசாட்சி என்று காணலாம். അത് ഇസ്രായേലിന്റെ യഥാസ്ഥാനമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. இஸ்ரவேலை சீர்திருப்பும் காலம். അവരുടെ പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அந்த இலக்கோடு கூட அவர்கள் அநேக காரியங்களை செய்கிறார்கள். അതെ, അവരുടെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ആ രാജ്യങ്ങളെല്ലാം അവർ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ പ്രമാണത്തിൽ சொல்லப்பட்ட രാജ്യങ്ങളെല്ലാം അവർ திரும்ப പിടിத்துக் கொண்டிருக்கிறார்கள். അതെ, അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടതായി ഈജിപ്റ്റ്, യോർദാൻ, സിറിയ മുതലായ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ അവർ തിരിച്ചു പിടിക്കാനായിട്ട് പോവുകയാണ്. அவர்களுக்கு நஷ்டப்பட்டதான சில பகுதிகள் அது ஈஜிப்திலே, சிரியாவிலே, யோர்தானிலே இருக்கிறது. அதையெல்லாம் மறுபடியுமாக பிடித்துக் கொள்ள முயற்சி பண்ணுகிறார்கள். അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സിറിയ ഇസ്രായേൽ യുദ്ധം എന്നുള്ള കാര്യം. அதுதான் நாம் இப்பொழுது கேள்விப்படும் சிரியா இஸ்ரவேல் யுத்தம். അതെ, ആ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. அந்த யுத்தத்தை குறித்தும் യുദ്ധത്തിൻ செய்திகளை குறித்தும் കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവസാനിക്കയില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. அது இந்த சமீப காலத்திலே ஒன்று முடிவடையாது. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ലോകത്തില് പല സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ஆண்டவராய் இயேசு சிலுவையில் அறையப்பட்ட பின்பு இந்த உலகத்தில் எத்தனையோ காரியங்கள் நிகழ்ந்தது. അത് ഇസ്രായേൽ ഒരു ജാതിയാതവണ്ണം അവർ ലോകത്തിലേക്ക് ചിതറിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുക. இஸ்ரவேல் ஒரே ஜாதியாக இராதவண்ணம் முழு உலகத்திலும் சிதறடிக்கப்பட்டார்கள். അത് AD 70 ശേഷം പല സംഭവവികാസങ്ങൾ ലോകത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. கிபி 70க்கு பின்னதாக உலகத்திலே பலவிதமான சம்பவங்கள் நிகழ்ந்தது. അത് രാഷ്ട്രീയ ഭൂപടവും ആത്മീയ ഭൂപടവും മാറ്റപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുകയാണ്. அங்கே இந்த அரசியலான அந்த வரைபடங்கள் எல்லாம் மாற்றப்பட்டது, மாற்றி அமைக்கப்பட்டது. ലോകത്തിൽ പലവിധമായ സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ உலகத்திலே பலவிதமான நிகழ்ச்சிகள் நடந்தது. അത് AD 3-ാം നൂറ്റാണ്ടോടുകൂടി സഭയിലെ ദുരുപദേശം നടന്നതായിട്ട് നമ്മൾ പഠിക്കുകയാണ്. கிபி 3-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുള്ളാക ദുരുപദേശങ്ങൾ நுழைந்தது. അതാണ് ഇപ്പോൾ ഉള്ളതായ ദുരുപദേശം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുക. அதுதான் நாம் இப்பொழுது காண்கிற துருபதேசங்கள். എല്ലാം പറയാനുള്ള ആ സമയം ഇപ്പോഴില്ല, எல்லாம் விவரிக்க நேரமில்லை. AD 600 മുഹമ്മദ് മതം ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിട്ട് വായിച്ചു കിട്ടും. கிபி 600 கூட முகமது மதம் இந்த உலகத்திலே வந்தது. അതൊരു വലിയ ശക്തിയുള്ള മതമായിട്ട് മാറ്റപ്പെട്ടതായിട്ട് വായിക്കും. அது மிகவும் வல்லமை வாய்ந்த ஒரு மதமாக மாற்றப்பட்டது. അത് റോമന്റെ അവസാനത്തെ സ്ഥലമായ കോൺസ്റ്റാന്റിനോപ്പിൾ അവർ ആക്രമിച്ച് കീഴടക്കി. அந்த ரோமின் கடைசி இடமான കോൺസ്റ്റാന്റിനോപ്പിളை അവர்கள் தாக்கி சொந்தமாக்கினார்கள். അത് അവർ മുസ്ലിം പള്ളി ആക്കിയതായിട്ട് ചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. அது ஒரு முஸ்லீம் ஆலயமாக மாற்றி விட்டார்களாம். അത് AD 1400 അത് പലസ്തീൻ അവരെ കൈവശപ്പെടുത്തിയതായിട്ട് വായിച്ചു. AD 1400 പലസ്തീന ദേശം അവர்கள் கைவசப்படுத்தினார்கள். എന്നാൽ പിന്നീട് AD 1948 അത് ഇസ്രായേൽ അക്ഷരീയമായി രാഷ്ട്രീയമായിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചു. 1948 ഇസ്രായേൽ എഴുത്തിൻപടിയാണ് വിടുതലയെ பெற்றார்கள். എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടതായ രാജ്യങ്ങളൊന്നും അവർക്ക് തിരിച്ചു കിട്ടിയില്ല. ஆனால் அவர்கள் இழந்ததான அந்த ராஜ்யத்தின் பகுதிகள் எல்லாம் திரும்பி கிடைக்கவில்லை. അത് 1901-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അത് അല്ലൻബി എന്നുള്ളതായ
ആ പ്രത്യേക ആൾ മൂലം പലസ്തീൻ മോചിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കാം. முதலாம் உலக போருக்கு முடிவுக்கு பின்பாக விசேஷமான விதத்திலே இந்த பலஸ்தீன் அது விடுதலையாக்கப்பட்டதை காண முடியும். എന്നാൽ പിന്നീട് അത് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ ஆனால் பிற்காலத்தில் அது இரண்டாக பிரிக்கப்பட்டது. അത് പലസ്തീനും ഇസ്രായേലും തിരിഞ്ഞതായിട്ട് നമ്മൾ ഇപ്പോൾ അറിയുകയാണ്. பலஸ்தீன் இஸ்ரவேல் என்னும் இரண்டு ராஜ்யங்களாக மாற்றப்பட்டது. അത് ബ്രിട്ടീഷുകാർ അത് രണ്ടായിട്ട് തിരിച്ചിട്ട് അവരവരുടെ സ്ഥലത്തേക്ക് പോയി. பிரிட்டிஷ்காரர்கள் அதை இரண்டாக பிளந்து அவர்கள் தங்கள் ஊருக்கு போனார்கள். അതിന്റെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. അതിൻ യുദ്ധം தான் இப்பொழுது நடைபெற்றுக் கொண்டிருக்கிறது. അത് യോവേൽ പ്രവചനത്തിൽ നേരത്തെ എഴുതിയിട്ടുള്ളതായ കാര്യം തന്നെയായിരുന്നു. அது யோவேல் தீர்க்கதரிசனத்தில் எழுதப்பட்ட காரியங்கள். അത് എന്റെ രാജ്യത്തെ അവർ രണ്ടായിട്ട് വിഭാഗിച്ചു എന്ന് വായിക്കുകയാണ്. என் ராஜ்யத்தை அவர்கள் இரண்டாக பிரித்தார்கள். ആ രണ്ടായിട്ട് വിഭാഗിച്ചിട്ട് അവർ അതിനെല്ലാം വീഞ്ഞു കുടിച്ചു എന്ന് വായിക്കുകയാണ്. அதை இரண்டாக பிரித்து அவர்கள் மதுபானம் செய்தார்கள். ഇപ്പോൾ നടക്കുന്ന ആ യുദ്ധം അതുകൂടിയാണെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കാം. இப்பொழுது நடக்கிற யுத்தமும் அதுதான். അത് ഇതൊന്നും ഇപ്പോൾ അവസാനിക്കുവാനായിട്ട് പോകുന്നു. ഇതൊന്നും இப்பொழுது முடிவடையாது. ഒരു മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് பெரிய உலக போருக்கு நேராக உலகம் வந்து கொண்டிருக்கிறது. പല സംഭവവികാസങ്ങൾ ലോകത്തിൽ വരാനായിട്ട് പോവുകയാണ്. എത്രയോ സംഭവങ്ങൾ இந்த ഉലകത്തിലെ വരും. എന്നാൽ ഇസ്രായേൽ ഒരു വലിയ ഉത്ഥാനം ഉണ്ടെന്നുള്ള കാര്യം കൂടി ദൈവജനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ஆனால் இஸ்ரவேலுக்கு ஒரு பெரிதான மீட்புண்டு என்பதையும் நினைத்துக் கொள்ள வேண்டும். അതിന് സാദൃശ്യമായിട്ടാണ് യെഹെസ്കേൽ 37 വായിക്കുമ്പോൾ അത് അസ്ഥികൾ ജീവിക്കുന്ന ചരിത്രം അവിടെ വായിക്കുകയാണ്. அதற்கு நிழலாட்டமாகத்தான் எசேக்கியேல் 37 அதிகாரத்திலே ഉലർന്ന എഴുമ്പുകൾ ഉയിരടൈகிறது. അത് ദൈവ വായിക്കാനുള്ളത് ആ സമയമില്ല എങ്കിൽ തന്നെയും പ്രവാചകനെ ഒരു താഴ്വരയിലൂടെ നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുക. എല്ലാം വിരിവായി വാസിക്ക നേരമില്ലേ. அந்த தீர்க்கதரிசியை എലുമ്പുകൾ நிறைந்த പള്ളത്താക്കിലെ കൊണ്ട് செல்கிறார். താൻ സമർത്ഥിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ ഇസ്രായേലിനെ നാനാഭാഗത്തു നിന്ന് വേർതിരിച്ച് അവിടെ ശവക്കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് വായിക്കുന്നത്. நான் இஸ்ரவேலை எல்லா இடத்திலிருந்து திருப்பி கொண்டு வந்து அவர்கள் பிரேத கல்லறையிலிருந்து வெளியே கொண்டு வருவேன். പ്രവാചകനെ ഒരു പ്രത്യേകമായ അസ്ഥി നിറഞ്ഞതായ താഴ്വരയിലൂടെ നടത്തുന്ന ഒരു സംഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എലുമ്പുകൾ நிறைந்த பள்ளத்தாக்கிலே இந்த தீர்க்கதரிசியை கொண்டு செல்வதாய் காணலாம். വായിക്കാമോ? கர்த்தருடைய கை என்மேல் அமர்ந்து கர்த்தர் என்னை ஆவிக்குள்ளாக்கி வெளியே கொண்டு போய் எலும்புகள் நிறைந்த ஒரு பள்ளத்தாக்கின் நடுவில் நிறுத்தி. മതി, അധികം വായിക്കാനുള്ള സമയമില്ല. അതേ അസ്ഥികൾ നിറഞ്ഞതായ ഒരു താഴ്വരയിൽ നിർത്തിയതായിട്ട് നമ്മൾ എലുമ്പുകൾ நிறைந்த ഒരു പള്ളത്താക്കിൻ നടുവിലെ നിർത്തിനാർ. അതേ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുവോ എന്ന് ചോദിക്കുകയാണ്. இந்த എലുമ്പുകൾ ഉയിരടയുമോ എന്ന് കേട്ടാർ. എന്നാൽ ശബ്ദം കേൾക്കുകയാണ്, കർത്താവേ നീ അറിയുന്നു എന്ന് പറയുകയാണ്. ആണ്ടവരേ ദേവരീർ அதை அறிவீர். അവിടെ ഒരു മുഴക്കം കേട്ടതായിട്ട് നമ്മൾ വായിക്കുകയാണ്. അங்கே ഒരു പെരിതാന സത്തം കേട്ടത്. അതേ 4 കാറ്റടിച്ചപ്പോൾ അസ്ഥികളെല്ലാം ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ 4 കാറ്റുകൾ വീശിന പൊഴുത് എലുമ്പുകൾ ഉയരടയുന്നന. അതേ മാംസവും ഞരമ്പും വെച്ച് പിടിപ്പിച്ച് അതൊരു സൈന്യമായി മാറ്റപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കും. അതിലെ മാംസങ്ങളെല്ലാം വന്ന് എലുമ്പുകളെല്ലാം ചേർന്ന് അത് ഉയരടയുന്നത്. അതേ ഇസ്രായേലിന്റെ അവസാനത്തെ ഉത്ഥാനമായിട്ട് നമുക്കത് പഠിക്കുവാനൊക്കെ സാധിക്കുന്നു. അത് ഇസ്രായേലിൻ കടൈസി മീറ്റ്പെന്റ് കற்றுക്കൊള്ളലാം. അതേ ലോകത്തിന്റെ നാനാഭാഗത്ത് ഒരു ചിതറിക്കപ്പെട്ടാലും ദൈവം ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഉലകത്തിൻ പൽവേறு പകുതികളിലെ ചിതറടിക്കപ്പെട്ടാലും ദേവൻ അവരെ ഒരുമിച്ച് ചേർக்கிறார். അതുകൊണ്ടാണ് അസ്ഥികൂടങ്ങൾ നിറഞ്ഞിരിക്കുന്ന താഴ്വരയിലൂടെ തന്നെ ചുറ്റി നടത്തിയെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ആദലാൽ എലുമ്പുകൾ நிறைந்த പള്ളത്താക്കിലെ അവരെ ചുറ്റി നടക്ക பண்ணினார். അങ്ങനെയുള്ള അസ്ഥികൂടങ്ങളുള്ളതായ ഒരു സെമിത്തേരിയിലൂടെ നമുക്ക് നടക്കുവാൻ എത്ര ഭയമായിരിക്കും. அப்படிப்பட்டதான எலும்புகள் நிறைந்ததான ஒரு கல்லறை தோட்டத்திலே நடக்க நாம் எவ்வளவு பயப்படுவோம். എന്നാൽ തന്നെ ആ അസ്ഥികൂടങ്ങൾ നിറഞ്ഞതായ താഴ്വരയിലൂടെ ഇങ്ങനെ നടത്തിയതായിട്ട് നമ്മൾ ஆனால் എലുമ്പുകൾ நிறைந்த പള്ളത്താക്കിനൂടാக ഇവരെ നടക്ക ചെയ്താർ. ആർക്കെങ്കിലും അങ്ങനെ പാതിരാത്രി സമയത്ത് അങ്ങനെയുള്ളതായ ആ സെമിത്തേരിയിലൂടെ നടക്കുവാൻ സാധിക്കുമോ? இப்படிப்பட்டதான இடத்திலே இரவிலே இந்த செமிത്തേரி வழியாக நடக்க முடியுமா? 2 മണി രാത്രി 2 മണി സമയത്ത് ആർക്കെങ്കിലും സെമിത്തേരിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുവാൻ സാധിക്കുമോ? நள்ளிரவிலே யாராவது செமிത്തേரியிலே தனியாக நடப்பீர்களா? അവർ ഭയപ്പെട്ടു പോകും. அவர்கள் பயப்படுவார்கள். ഞാൻ ഒരിക്കലും അങ്ങനെ നടക്കേണ്ടതായിട്ട് വന്നു. நான் ஒருமுறை அப்படியாக நடக்க நேரிட்டது. ആ കാര്യം കൂടെ ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. அதையும் கூட சொல்ல விரும்புகிறேன். ഒരാളെ വെളുപ്പിന് 5 മണിക്ക് പ്രാർത്ഥിച്ചയക്കേണ്ടതായിട്ട് ഒരു കാര്യം വന്നു. ഒരു നബരെ വിടിയക്കാലം 5 മണിക്ക് ജപിത്ത് അനുപ്പ വേണ്ടിയതാണ് ഒരു കാര്യം. ഗൾഫിൽ പോകുന്ന ഒരാളെ 5 മണിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. ഗൾഫിലെ പോക വേണ്ടിയതാണ് ഒരാൾക്കാக 5 മണിക്ക് ജപിക്ക വേണ്ടും. അപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ 4 മണിക്ക് എഴുമ്പ വേണ്ടും. മേശപ്പുറത്ത് ഇതുപോലൊരു ടൈം പീസ് വെച്ചിട്ടുണ്ടായി. മേജയിലെ ഒരു ഇപ്പിടിപ്പെടുത്താൻ ഒരു ടൈം പീസ് வைத்திருந்தேன். അതിൽ നോക്കിയതായ സമയം 4 മണി എന്ന് കാണിച്ചു. ഞാൻ பார்த்த பொழுது 4 മണി എന്ന് தெரிந்தது. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നു. ഞാൻ திடீரென்று எழும்பி நடந்தேன்.
നടന്നിട്ടും നേരം വെളുക്കുന്നില്ല, പിന്നെയും അങ്ങ് നടക്കുകയാണ്. நான் நடந்த நேரம் விடியவில்லை, நான் நடந்து கொண்டுதான் இருந்தேன். അവസാനം ഒരു സെമിത്തേരിയുടെ അടുത്താണ് ഞാൻ ചെന്നത്. நான் கடைசியில் ஒரு செமித்தேரியின் அருகாமையிலே சென்றேன். ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. நான் மட்டும் தனியாக போகிறேன். വിജനമായ സ്ഥലമാണ്. அங்கே எந்த மனிதனும் இல்லை. ഒരു മനുഷ്യരെയും കാണുന്നില്ല. ஒரு மனிதனையும் காணவில்லை. ഒരു റീത്ത് പള്ളിയുടെ ഒരു വലിയ സെമിത്തേരി ആയിരുന്നു. ஒரு ரீத்து பள்ளியின் ஒரு பெரிதான கல்லறை. അത് ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. நான் அந்த வழியாக நடந்து போனேன். അത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഭൂതവും പ്രേതവും ഒക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണെന്ന് കേട്ടു. பேய் பிசாசுகள் இறங்கி வரும் இடம் என்று நான் முந்தி கேட்டிருக்கிறேன். ഞാൻ ഏതായാലും ഇവിടെ വന്ന് പെട്ടുപോയി, ഇനി ധൈര്യപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. எப்படியோ வந்து சிக்கி விட்டேன், இனி தைரியம் அடைந்தால் தானே உண்டு. എന്നാൽ ഞാൻ പോക്കറ്റിൽ കിടന്ന വാച്ച് എടുത്ത് നോക്കിയപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. நான் என் പോക്കറ്റിലെ കൈ പോട്ട് பார்த்த பொழுது വാച്ചിലെ 2 മണി தான். ഞാൻ ഫെയ്ത്തോവ് കണ്ടതായ വാച്ച് ടൈം പീസ് എന്നെ ചതിച്ചു. அந்த என் ஃபெய்த்தோமில் இருந்த டைம் பீஸ் என்னை ஏமாற்றி விட்டது. ഇന്നലെ ടൈം പീസിന് അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. நேற்று டைம் பீஸிலே நேரத்தில் கொஞ்சம் வித்தியாசம் இருந்தது. പകല് 4 മണിക്ക് തന്നെ ആ ടൈം പീസ് നിന്നിരിക്കുകയായിരുന്നു. மாலை 4 மணிக்கு அது நிலைத்து விட்டது. ഞാൻ 4 മണിയായെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുകയാണ്. நான் 4 மணி என்று சொல்லி எழுப்பி நடந்தேன். പക്ഷേ വെറും 2 മണി, രാത്രി 2 മണി മാത്രമേ ആയിട്ടുള്ളൂ. ஆனால் நள்ளிரவு 2 மணி தான். പിന്നെ നടക്കാതിരിക്കാൻ, തിരിച്ചു വരാനും പറ്റത്തില്ല, മുൻപോട്ട് പോകാനും പറ്റത്തില്ല. திரும்பி வரவும் முடியாது, முன்னே போகவும் முடியாது. എങ്കിലും ഞാൻ എന്നെ തന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി. நான் என்னையே பலப்படுத்தினேன். വരുന്നിടത്ത് വെച്ച് കാണുക, എന്ത് നേരിട്ടാലും നേരിടുക എന്നുള്ളതാണ്. என்ன வந்தாலும் நான் அதை எதிர்கொண்டுதானே ஆக வேண்டும். ഞാൻ പട്ടാളക്കാരുടെ കൂട്ട് കാല് താഴെ ചവിട്ടി ആട എന്നിട്ടാന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് നടന്നു. நான் பட்டாளக்காலை போல கால்களை கீழே ஓங்கி மிதித்துக் கொண்டு யார் என்று சொல்லி போனேன். ഏതെങ്കിലും ഒരു പ്രേതം വരുവാണെങ്കിൽ നേരിടാനുള്ളതായ ധൈര്യത്തോടെ ഞാൻ അങ്ങനെ മുൻപോട്ട് പോയി. ஏதாவது ஒரு பிசாசு வந்தால் சந்திக்கலாம் என்று சொல்லி தைரியமாய் போனேன். അപ്പൊ പെട്ടെന്നൊരു പട്ടി എടുത്ത് കുറുക്കിയാടി. திடீரென்று ஒரு நாய் எனக்கு குறுக்க வந்தது. എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ നായ ഏതോ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. என்னுடைய சத்தத்தை கேட்ட பொழுது நாய் எதையோ கடித்துக் கொண்டிருந்தது. പട്ടി വിചാരിച്ചില്ല ഈ പാതിരാത്രിക്ക് ആരും ഇതിലെ കൂടെ നടക്കുമെന്ന്. அந்த நாய் நினைக்கவில்லை இந்த நள்ளிரவிலே யாராவது இங்கே நடப்பார்கள் என்று. ആ പട്ടി പേടിച്ച് ചാടിപ്പോയി. நாயும் பயந்தது, நானும் பயந்தேன். പിന്നെയും മുൻപോട്ട് പോയതായ സമയത്ത് 2 പേര് വഴിയിലിരിക്കുന്നതായിട്ട് കാണും. நான் முன்னே போன பொழுது 2 பேர்கள் வழியிலே இருந்தார்கள். അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. நான் இப்படியாக கேட்டிருக்கிறேன். ഇതുപോലെ റോഡൊന്നും ഇല്ലായിരുന്നു. இதைப்பால் பெரிய ரோடு இல்லை. ഞാൻ ദൂരെ നിന്ന് ആരടാ എന്നടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. நான் தூரம் இருந்து யார் என்ன என்று கேட்டேன். ശബ്ദം കേട്ടെങ്കിൽ എഴുന്നേറ്റ് ഓടട്ടെന്ന് വിചാരിച്ചു. என்னுடைய சத்தத்தை கேட்டாது அவர்கள் எழும்பி ஓடட்டும் என்று நினைத்தேன். അവരങ്ങനെ എഴുന്നേറ്റ് ഓടുന്ന പുള്ളികളൊന്നുമല്ല. ஆனால் அவர்கள் அப்படி எழும்பி ஓடுகிற ஆட்கள் அல்ல. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ 2 പാറക്കല്ലായിരുന്നു. സ്തോത്രം. 2 பெரிய பாறைகள், 2 മൊട്ടപ്പാറയായിരുന്നു. 2 மொட்டைக்கல். ദൂരെ നിന്ന് നോക്കാൻ 2 മൊട്ടത്തലയന്മാർ ഒന്നിച്ചിരിക്കുന്ന പോലെ. தூരെ இருந்து பார்த்த பொழுது 2 மொட்டை தலையர்கள் இருந்ததை போல இருந்தது. ശരി, അങ്ങനെ ഞാൻ സെമിത്തേരിയിലൂടെ നടന്ന ഒരുപാട് കാര്യമുണ്ട്, എല്ലാം പറയാനുള്ളതായ സമയമില്ല. இப்படியாக செமித்தேரி வழியாக நடந்த சில அனுபவங்கள் உண்டு, எல்லாம் சொல்ல நேரமில்லை. ശരി, ആർക്കെങ്കിലും ഇങ്ങനെ 2 മണി സമയത്ത് സെമിത്തേരിയിലൂടെ നടക്കാൻ ധൈര്യമുള്ളവർ ഒന്ന് കൈ ഉയർത്താവോ? 2 மணிக்கு செமித்தேரி வழியாக நடக்க தைரியம் உள்ளவர்கள் கொஞ்சம் கரங்களை உயர்த்தலாமா? ശരി, നടന്നു ഉണ്ട് ഇല്ലേ? ശരി, സാധാരണ ആളുകൾ നടക്കത്തില്ല. വഴക്കமாக யாரும் അപ്പൊ நடப்பதில்லை. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളതായ അസ്ഥികൂടം നിറങ്ങിയതായ ഒരു സ്ഥലത്ത് കൂടി ആ പ്രവാചകൻ നടത്തിയതായിട്ട് നമുക്ക് കാണാം. എലുമ്പുകൾ நிறைந்த பள்ளத்தாக்கினூடாக தீர்க்கதரிசியை நடத்தினார். അവിടെ എല്ലാ അസ്ഥികൂടങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. அங்கே எல்லா எலும்புக்கூடுகள் நிரம்பி இருந்தது. താൻ നോക്കുന്ന ആ സമയത്ത് അതെല്ലാം വീണ്ടും അതേ മാംസവും അതേ ഞരമ്പും വെച്ച് ഒരു പട്ടാളമായിട്ട് എഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ വായിക്കും. அவர் பார்த்து கொண்டிருக்கையில் அவைகள் எல்லாம் நரம்புகளும் மாம்சமும் உண்டாயிற்று, அவைகள் ஒரு சேனையாக எழும்பிற்று. അതായത് വരുവാൻ പോകുന്ന ഒരു സംഭവത്തോട് സദൃശ്യപ്പെടുത്തി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. வரப்போகும் ஒரு சம்பவத்துக்கு ஒப்பிட்டு நாம் அதை கற்றுக்கொள்ளலாம். എന്നാൽ ഒരു സംഭവം വേറെ വരാനായിട്ട് പോയി. ஆனால் இன்னொரு சம்பவம் வரப்போகிறது. അതാണ് കർത്താവ് യേശുവിന്റെ വീണ്ടും വരവ്. அது ஆண்டவராகிய இயேசு மறுபடியும் வருவது. ഈ ലോക സംഭവങ്ങളിൽ, ചരിത്ര സംഭവങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളും അതെല്ലാം വിളിച്ചറിയിക്കുന്നതായിട്ട്. இந்த உலகத்தின் சம்பவங்கள், வரலாற்று சம்பவங்கள், உலகத்தில் இப்பொழுது நடக்கிற காரியங்கள் எல்லாம் அதை குறித்தே சொல்கிறது. ഇത് സംഭവിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾ വീണ്ടെടുപ്പെടുത്തുകൊണ്ട് നിവർന്ന തലകൾ ഉയർത്തുവാനായിട്ട് പറയുക. இவைகள் சம்பவித்து தொடங்கும் பொழுது உங்களுடைய மீட்பு சமீபம் என்று சொல்லி நீங்கள் நிமிர்ந்து தலைகளை உயர்த்துங்கள். അതേ ആത്മീയ ഇസ്രായേലിന്റെ പ്രത്യാശയാണ് ഞാൻ പറയാനായിട്ട്. ஆவிக்குரிய இஸ்ரவேலின் நம்பிக்கையை குறித்தே சொல்ல விரும்புகிறேன். അതേ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും എന്നുള്ളതായ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. ശരീരം അരുവപ്പെടും എன்கிறதான நம்பிக்கை உண்டாகட்டும். ആ പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാണ്ടെങ്കിൽ ഈ പകൽക്കാലം നീ നമ്മെ
സഹായിക്കേണ്ടിയിരിക്കും. அந்த நம்பிக்கையோடு முன்னேறி செல்லும்படியாக இந்த பகல் வேளையில் தேவன் உதவி செய்வாராக. കാഹളധ്വനിയോടെ വെളിപ്പെടുന്ന സമയത്ത് ആ സംഭവം നടക്കാനായിട്ട് പോവുകയാണ്. எக்கால சத்தத்தோடு இயேசு வெளிப்படும் பொழுது இந்த சம்பவங்கள் நடக்கும். അതിനുവേണ്ടി നാം വചനപ്രകാരം ഒരുങ്ങേണ്ടിയിരിക്കുകയാണ്. அதற்காக அந்த விதத்திலே நாம் ஆயத்தப்படுவோம். അതേ രക്ഷാ നിർണയം പ്രാപിക്കേണ്ടിയിരിക്കും. ரட்சிப்பின் நிச்சயத்தை பெற்றுக்கொள்வோம். അതേ വചനപ്രകാരമുള്ള ജലസ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കും. வசனத்தின்படியாக ஞானஸ்நானம் பெறுவோம். അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുകയാണ്. தேவனுடைய பரிசுத்த ஆவியின் வல்லமையை பெறுவோம். അതേ വേർപാട് ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കും. வேறுபாட்டு ஜீவியத்தின் அனுபவத்துக்குள்ளே வருவோம். അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കും. அப்போஸ்தல உபதேசத்தை நாம் கேட்போம். അതേ രണ്ടിലെ ഏതെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ஏதாவது ஒன்றை நாம் எதிர்கொண்டுதான் ஆக வேண்டும். അതെ ഒന്നിൽ കൈവിടപ്പെടുന്ന അനുഭവം അല്ലെ രൂപാന്തരപ്പെടുന്ന അനുഭവം ലോകത്തിൽ വരാൻ ஒன்று கைவிடப்படுவோம், இல்லாவிட்டால் மறுவப்படுவோம். இது ஒன்று சம்பவிக்கும். അതെ കൈവിടപ്പെടുന്ന ആ സഭയ്ക്ക് വരാൻ പോകുന്ന പീഡകളെ കുറിച്ച് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ്. கைவிடப்படும் சபைக்கு வரக்கூடியவரான உபத்திரவங்களை குறித்து நாம் வேதாகமத்திலே படிக்கிறோம். അതിൽ നിന്ന് ഓരോ വ്യക്തികളും ഈ അന്ത്യനാൾ വിടുവിക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. ஒவ்வொரு நபரும் இந்த கடைசி நாட்களிலே அதிலிருந்து தப்பித்துக் கொள்ள வேண்டும். അതേ അസ്ഥികൾ ജീവിക്കാനായിട്ട് പോവുകയാണ്. எலும்புகள் உயிரடைய போகிறது. അതേ ദൈവനാമത്തിന് മഹത്വം. தேவநாமத்துக்கு மகிமை. നമ്മെ തന്നെ നമുക്ക് ഈ പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. பகல் வேளையில் நம்மை தாமே ஒப்புக் கொடுப்போம். അതേ കാലം തീരാനായിട്ട് പോവുകയാണ്. காலம் நிறைவடைய போகிறது. അതേ ദൈവത്തിൽ വായിക്കുന്നുണ്ട് മരണത്തിൽ നിന്നുള്ള ഉദ്ധാരണം യഹോവയാൽ വരും. നമ്മൾ நாம் படித்தோம், மரணத்திலிருந்து நீங்களாக்கும் வழிகள் தேவனிடத்திலே இருக்கிறது. അതുകൂടി വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. அதை சொல்லி நான் என் வார்த்தைகளை முடிக்கிறேன். പാപത്തിന്റെയും മരണത്തിന്റെയും അധീനയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചിരിക്കുകയാണ്. பாவத்தின் மரண அதிகாரத்தில் இந்த ஆண்டவர் நம்மை விடுதலையாக்கி இருக்கிறார். റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് അതേ ഒരു രക്ഷയെക്കുറിച്ച് നമുക്ക് കാണാം. நான் ரோமன் 8 அதிகாரத்திலே படிக்கும் பொழுது கிறிஸ்தியேசுவில் உள்ளவர்களுக்கு இப்பொழுது അതേ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ന്യായവിധിയില്ല എന്ന് നമ്മൾ വായിക്കാം. கிறிஸ்தியேசுவுக்கு உட்பட்டவர்களுக்கு தண்டனை இல்லை. ആ വാക്യം വായിക്കാമോ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തീശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ஆண்டவர் நமக்கு பாவம் மரணம் என்பவைகளின் பிரமாணத்திலே இருந்து விடுதலை தந்திருக்கிறார். ആ ന്യായപ്രമാണത്തിന്റെ മനുഷ്യനെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കുവാണ്ടൊക്കെ സാധിക്കില്ല. நியாயப்பிரமாணத்தினாலே மனிதனை நித்திய மரணத்திலே இருந்து விடுதலையாக்க முடியாது. അതെ, ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ക്രിസ്തുയേശുള്ളതായ രക്ഷ പാപത്തിന്റെയും മരണത്തിന്റെ അധീനതയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചതായിട്ട് നമ്മൾ വായിക്കുക. கிறிஸ்தியேசு அருளும் ரட்சிப்பினாலே நாம் பாவம் மரணம் என்பவைகளின் பிரமாணத்திலிருந்து விடுதலையாகிறோம். ആ രക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. அந்த രക്ഷയിலே நாம் இப்பொழுது ജീവിക്കുന്നു. അതെ, ന്യായപ്രമാണം താൽക്കാലികമായ ചില പ്രമാണങ്ങളായിരുന്നു നമുക്ക് കാണാം. நியாயப்பிரமாணம் தற்காலிகமான சில பிரமாணங்கள். അതേ, ക്രിസ്തുയേശുള്ളവർക്ക് ന്യായവിധിയില്ല എന്ന് നമ്മൾ വായിക്കുകയാണ്. கிறிஸ்தியேசுவுக்கு உள்ளவர்களுக்கு ஆக்கினை தீர்ப்பில்லை. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലുവരി മരണം പല കാര്യങ്ങളെ വിളംബരം ചെയ്യുന്നതായിട്ട് ദൈവത്തിൽ നമുക്ക് ஆண்டவராகிய இயேசுவின் கல்வாரி மரணம் பல காரியங்களை பிரசித்தப்படுத்துகிறது. അതൊന്ന് ന്യായവിധിയെ കൂടി വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. அது அந்த ஆக்கினை தீர்ப்பை கூட காண்பிக்கிறது. അത് രക്ഷയെ വിളംബരം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. அது ரட்சிப்பை பிரசித்தப்படுத்துகிறது. ആ മനുഷ്യന്റെ നിത്യമായ ന്യായവിധിയെ കുറിച്ച് കൂടി അത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് மனிதனின் நித்தியமான நியாய தீர்ப்பை குறித்தும் சொல்கிறது. അത് കാൽവരി ഡിക്ലറേഷൻ അല്ലെങ്കിൽ വിളംബരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அது கல்வாரியின் விளம்பரம் என்பதை விளங்கிக் கொள்ளலாம். അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. அதை விளங்கிக் கொள்ளும்படியாக அவரை பரிசுமாக நிறுத்தி இருக்கிறார். ഒന്നിൽ രക്ഷ അല്ലെങ്കിൽ രക്ഷ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. ஒன்று ரட்சிப்பில்லாவிட்டால் தண்டனை அதை வெளிப்படுத்தி காண முடியும். ഇത് രണ്ടും അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. இது இரண்டும் அங்கே வெளிப்படுகிறது. അതേ, അവനെ നോക്കി നമുക്ക് രക്ഷ പ്രാപിക്കാം. அவர் மூலமாக அந்த ரட்சிப்பை பெறுவோம். ആ മരണത്തിന്റെ അധീനം നമുക്ക് വിടുതൽ പ്രാപിക്കാം. மரணத்தின் அதிகாரத்திலிருந்து விடுதலை பெறுவோம். സർവഭൂസിവാസികളുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് തിരികെ രക്ഷപ്പെടുക ദൈവത്തിൽ നമ്മൾ വായിക്കും. பூமியின் எல்லையெங்கும் உள்ளவர்களை என்னை நோக்கி பார்த்து ரட்சிப்பை அடையுங்கள். അതേ, അഗ്നിസർപ്പത്താൽ മരിച്ചതായ ഓരോ വ്യക്തികളെയും അങ്ങനെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. அக்கினி சர்ப்பத்தின் கடியேற்றவர்கள் எல்லாம் அதை நோக்கி பார்ப்பதை காணலாம். ദൈവത്തിൽ വായിക്കുന്നുണ്ട്, അവനെ നോക്കി രക്ഷപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. அவரை நோக்கி பார்த்து நாம் ரட்சிப்பை பெற வேண்டும். ആ രക്ഷയുടെ വാതിൽ അടയപ്പെടാനായിട്ട് ரட்சிப்பின் வாசல் அடைய போகிறது. കാലം തീരാനായിട്ട് പോവുകയാണ്. காலம் நிறைவடைய போகிறது. അതിനു മുമ്പായിട്ട് അവനെ നോക്കി രക്ഷപ്പെടുവാണ്ടൊക്കെ കർത്താവ് നമ്മെ സഹായിക്കും. அதற்கு முன்னதாக அவரை நோக்கி பார்த்து நாம் ரட்சிப்பை பெறுவோம். ഉദ്ധാരണം ചെയ്യപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ
ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടിയിരിക്കുക. மீட்கப்படாதவர்கள் மீட்கப்படும்படியாக நாம் ஒப்பு கொடுத்தால் ஆண்டவர் நமக்கு உதவி செய்வார். എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവ് മതിയായവൻ. என்னையும் உங்களையும் രക്ഷിക്കാൻ ആண்டവർക്ക് അധികാരം ഉണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാവർക്കും വേണ്ടി കർത്താവ് ലോകത്തിലേക്ക് താണിറങ്ങി വന്നതായിട്ട് നമുക്ക് കാണാം. ஆண்டவர் நமக்காக இந்த உலகத்திலே இறங்கி வந்ததை நான் முன்னமே சொன்னேனே. ആ രക്ഷയെ നമ്മൾ പ്രാപിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കും. அந்த ரட்சிப்பை பெற்று தேவனுடைய ராஜ்யத்தை சுதந்திரித்துக் கொள்ள ஆண்டவர் உதவி செய்வாராக. അത് സുവിശേഷത്തിന്റെ വാതിൽ അടയപ്പെടാനായിട്ട് പോവുകയാണ്. சுவிசேஷத்தின் வாசல் அடைய போகிறது. അതിനു മുമ്പായി നമുക്ക് രക്ഷ നേടാം. அதற்கு முன்னதாக ரட்சிப்பை பெறுவோம். ആ നിത്യന്യായവിധിയിൽ നമുക്ക് വിടുതൽ நித்திய പ്രാപിക്കാം. நியாய தீர்ப்பிலிருந்து விடுதலை பெறுவோம். അനേകരെ നമുക്ക് സുവിശേഷത്താൽ ഉദ്ധരിക്കാം. அநேகரை சுவிசேஷத்தினாலே மீட்டுக் கொள்வோம். അതേ നമുക്കൊരു ദൗത്യം കർത്താവ് തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ஆண்டவர் நமக்காக ஒரு பொறுப்பை தந்திருக்கிறார். അതേ മരണത്തിന്റെയും പാതാളത്തിന്റെ അധീനം രക്ഷ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കാം. இந்த மரணம் பாதாளத்திலே இருந்து விடுதலை பெற ஆண்டவர் நமக்கு உதவி செய்வாராக. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് ദൈവസ്ഥനെ ഏൽപ്പിച്ചു ஒரு കൊടുക്കാം. நிமிஷம் கண்களை மூடி தெய்வ சமூகத்திலே നീ ஒப்புக்கொடுப்போம். ഏത് അവസ്ഥയിലായിരിക്കും നിങ്ങളെ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. எந்த நிலவரத்திலே போவோம் என்பதை சிந்திக்க வேண்டும். ഒരുപക്ഷെ നീ പാപിയാണെന്നുണ്ടെങ്കിൽ പാപത്തെ ക്ഷമിപ്പാൻ കർത്താവിന് സാധിക്കും. ஒருவேளை நீ பாவியா உன் பாவத்தை மன்னிக்க ஆண்டவர் உன் பக்கத்தில் இருக்கிறார். അതേ നമ്മുടെ കർത്താവ് എല്ലാവരെയും രക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ. நாம் யாவரையும் ரட்சிக்க வல்லவராக இயேசு நம்முடைய அருகாமையில் இருக்கிறார். അവൻ നമ്മളെ സ്നേഹിക്കുകയാണ്. அவர் நம்மை நேசிக்கிறார். നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. அன்போடு நம்மை அழைக்கிறார். അവന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തിയല്ല, அவரிடத்திലേക്ക് இட்டு சேருவோம். അവനെ നോക്കി നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. அவரை நோக்கி பார்த்து நித்திய ஜீவன் பெறுவோம். അവനെ അതിനായിട്ട് ലോകത്തിൽ നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. அதுக்காக அவரை உலகத்திலே நிறுத்தி இருக்கிறார். അതേ നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ஒரு நிமிடம் நம்மை ஒப்பு கொடுத்து ஜெபிப்போம். ഒരു നിമിഷം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ஒரு நிமிஷம் நம்மை ஒப்பு கொடுத்து ஜெபிப்போம். ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ